ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് എലോൺ മസ്കും ചാറ്റ് ജിപിടിയും അതുപോലെ ഏറ്റവും നിർണായകമായി ന്യൂറോലിങ്ക് ഇൻ്റർനാഷണൽ മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് കൊടുത്തു. മസ്തിഷ്ക ചിപ്പിനെ പറ്റിയായിരിക്കും ഈ രാത്രി. വിശുദ്ധ വെളിപ്പാടും കമ്പ്യൂട്ടറും എന്നൊരു ഭാഗമായിരിക്കും ഈ രാത്രി പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഞാൻ പ്രസംഗിക്കുന്ന കാനാവിലെ കല്യാണമല്ല, അബ്രഹാം മലയിൽ പോയതല്ല. അതിനും വ്യത്യാസമായി ഇപ്പോൾ നടക്കുന്ന ന്യൂറോലിങ്ക് ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടർ ടീച്ചേഴ്സിന് അറിയാം, RNM റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്, ബൈബിളും ഇൻ്റർനെറ്റും എന്നൊരു ഭാഗമായിരിക്കും. മതത്തിനോ സംഘടനയ്ക്കോ ഒന്നിനുമെതിരല്ല ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ. എല്ലാവരും യേശുവിൻ്റെ വരവിലെടുക്കപ്പെടണം. അതിനുവേണ്ടി ഏൽപ്പിച്ചതാ ഈ പ്രഭാഷണങ്ങൾ. വെളിപ്പാട് പുസ്തകമായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇവിടുത്തെ സമയത്തെ ഓർക്കുന്ന കൃത്യസമയത്ത് ഇവിടെ മൈക്ക് കൈമാറും. അതിനായി ഞാൻ ബഹുമാനപ്പെട്ട സംഘാടകരെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 9 മണിയോട് കൂടെ ഒന്നാമത്തെ ഇടവേള വരും. ആ സമയത്ത് കുഞ്ഞുങ്ങൾ പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. അതിനുശേഷം നാം 20 മിനിറ്റ് കൂടെ പ്രഭാഷണം മുന്നോട്ട് പോകും. നാം ഒരുമിച്ച് പാടി ദൈവസന്നിധിയിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷന് പരിസമാപ്തിയാവും. സ്തോത്രം. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഞാനല്ല, അനേക ദൈവദാസന്മാരുണ്ട്. ഇനിയും വാളകത്ത് നിങ്ങൾ ഐക്യത്തോടെ നിന്ന് യേശുവിനെ ഉയർത്തുവാൻ ഈ കൺവെൻഷനിൽ സഹകരിക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ സഹകരണത്തിനും ഐക്യത്തിനുമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഇവിടെ അവസാനിച്ചാൽ നാളെ രാത്രി മുതൽ ഹൈ റേഞ്ചിൽ തമിഴ് തൊഴിലാളികളുടെ ഇടയ്ക്ക് അരുമயான വാർത്തകളെ ചൊല്ലുത് ഉലകത്തിൻ മുടിവും കടൈസിക്കാല ചെയ്തികളും. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇടുക്കിയിലേക്ക് ഹൈ റേഞ്ചിൽ പെരിയാറിൽ ബോഡിമെട്ട് എന്ന് പെരിയാറിന് പുറത്ത് ബോഡി മൈതാനം എന്ന് പറയുന്ന തൊഴിലാളികളുടെ ലയത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കൺവെൻഷനിൽ നാളെ മറ്റന്നാൾ പ്രസംഗിക്കും. അതിനുശേഷം കാനം CSI ഗ്രൗണ്ടിൽ CSI കൺവെൻഷനും പ്രസംഗിക്കും. നിങ്ങളൊക്കെ ഓർക്കുമ്പോൾ എപ്പോഴുമല്ല, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർ ഒരു രാത്രി കൂടി സ്റ്റേജിൽ നിൽക്കുന്നത്. അല്ലാതെ ഭക്ഷണത്തിൻ്റെയോ മരുന്നിൻ്റെയോ ബലമല്ല, അതെല്ലാം ഞങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും ഒരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യണം. കർത്താവേ, ഒരു ദൈവദാസൻ നിലനിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥന. ഓർക്കുമ്പോൾ എളിയവന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. 2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ്, ഒരു പ്ലെയിൻ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ കോവിഡിൻ്റെ മറവിൽ കർത്താവിൻ്റെ വരവിൻ്റെ 2 ചാലുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി വെളിപ്പാടിലേക്ക്. ഇന്ന് രാത്രി കോവിഡ് ഇവിടെ അസ്തമിച്ച് ഏകദേശം കേസുകളെല്ലാം കുറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ നടുവിലും ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, ഈ റോഡ് നല്ല റോഡാണ്. മൂവാറ്റുപുഴ, തൃപ്പൂണിത്തുറ, എറണാകുളം ഈ റോഡാണ്. പണ്ടത്തെ കാലത്ത് രാത്രിയിൽ ഇതുവഴി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ബൈക്കോ 10:30 എറണാകുളത്ത് പോകുന്ന KSRTC ബസ്സോ ഇടയ്ക്ക് ഒരു കാറോ. പക്ഷേ ഇന്ന് രാത്രിയിൽ നിങ്ങൾ നോക്കിയാൽ പകലത്തേക്കാൾ കൂടുതൽ വാഹനങ്ങൾ മൂവാറ്റുപുഴ, കോലഞ്ചേരി, എറണാകുളം റൂട്ടിൽ. മനുഷ്യൻ എവിടേക്ക് യാത്രയാകുന്നു തീർന്നില്ല. പണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ കൊച്ചി റെയിൽവേ സ്റ്റേഷനാണ്. ഒരു ട്രെയിൻ പോയി കഴിയുമ്പോൾ അരമണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് ഒരു പെൺകുട്ടി പാളത്തിൽ വെള്ളമൊഴിക്കും. ഒരു ചെറുപ്പക്കാരൻ കപ്ലിങ്ങിനകത്ത് ഇങ്ങനെ ചുറ്റികൽ വെച്ചടിക്കും. അത് കഴിഞ്ഞ് അരമണിക്കൂർ ട്രെയിൻ. ഇന്ന് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്തവൻ കാത്തുകിടക്കുക. കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. വന്ദേ ഭാരതും തുരന്തോയും ബുള്ളറ്റ് ട്രെയിനുമല്ല. അതുപോലെ ഇന്ന് എറണാകുളത്ത് നിന്ന് നിങ്ങൾക്കറിയാം മിന്നൽ ബസ്സുകൾ യാത്രയാകുന്നു. ഈ റൂട്ടിൽ എവിടെല്ലാം പോകുന്നു സ്പീഡ് കൂടിയ മിന്നൽ ബസ്സുകൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പണ്ട് ശംഖുമുഖം എയർപോർട്ടിനകത്ത് 11 മുതൽ രാവിലെ 6 വരെ 9 വിമാനങ്ങളാണ് വരുന്നത്. ഇന്ന് രാത്രി തിരുവനന്തപുരത്തിൻ്റെ കണക്ക്, രാത്രി 11 മുതൽ രാവിലെ 6 വരെ 32 വിമാനങ്ങൾ. അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നു. മനുഷ്യൻ എവിടേക്ക്? അമേരിക്കയിൽ സുന്ദരമായ ഒരു എയർപോർട്ടുണ്ട്, അറ്റ്ലാന്റയിൽ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. 12 റൺവേ, 2 മിനിറ്റിൽ ഒരു വിമാനം. 2000 വിമാനം ആകാശത്തിലേക്ക് കുതിച്ചു കയറുന്നു. കോവിഡിൻ്റെ മറവിൽ നിരത്തിൽ വാഹനങ്ങൾ, കോവിഡിൻ്റെ മറവിൽ ബുള്ളറ്റ് ട്രെയിനും തുരന്തോ എക്സ്പ്രസ്, കോവിഡിൻ്റെ മറവിൽ മിന്നൽ ബസ്സുകൾ, കോവിഡിൻ്റെ മറവിൽ ആകാശത്തിൽ വിമാനത്തിൻ്റെ മുഴക്കം മുഴങ്ങുന്നു. ബൈബിളിനകത്തുണ്ടോ ഇതൊരു അന്ത്യകാലമായി? നഹൂം പ്രവചനം 2:4. നിങ്ങളുടെ ബൈബിൾ തുറക്കണം. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചടെ ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ കുതിക്കുന്നു, മിന്നൽ പാല് പായുന്നു. അന്ത്യദിനത്തിൽ നിരത്തുകളിലും ആകാശത്തിലുമെല്ലാം വിമാനം നിറയും. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി വാളകം യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ അവസാന ദിവസം ഇരിക്കുമ്പോൾ 4 യുദ്ധങ്ങൾ നടക്കുന്നു. ഒന്ന്, കഴിഞ്ഞ 2 വർഷമായി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇസ്രയേൽ ഗാസയെ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞ് ഇസ്രയേൽ സിറിയ ആക്രമിക്കുന്നു. അത് കഴിഞ്ഞ് ഇസ്രയേൽ ലെബനോനെ ആക്രമിക്കുന്നു. ഇനി 2 എണ്ണം കൂടി ഈ വർഷം ഞാൻ മന്ദിരയിൽ നിങ്ങൾ കാണും. ഒന്ന്, ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും, ഇസ്രയേൽ സിറിയനെ ആക്രമിക്കും.
അതേസമയം യമനെ ആക്രമിക്കുവാൻ ചെങ്കടലിൽ ഇന്ന് രാത്രിയും ബ്രിട്ടനും അമേരിക്കയും തയ്യാറെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചൈന തൊട്ടടുത്ത് കിടക്കുന്ന തൈവാനെ പിടിച്ചടക്കുവാൻ 400-ൽ പരം കപ്പൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഏത് സമയവും തൈവാനെ കൈക്കലാക്കുവാൻ. ബൈബിളിനകത്തുണ്ടോ യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം? അതുകൊണ്ട് അത് 4 ദിവസത്തെ പ്രഭാഷണം. ഒറ്റ വാക്യം മത്തായി 24:6-7. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും വാളകത്തുകാർ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോട്. വി ആർ ഗിവിംഗ് എ ഇംഗ്ലീഷ് ഇന്റർപ്രിട്ടേഷൻ ദിസ് നൈറ്റ്, കൺട്രി ടു കൺട്രി. ദ സെക്കൻഡ് വൺ, ജാതി ജാതിയോടും. അതാ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മണിപ്പൂർ, കുക്കി, മെയ്തൈ, നാഗ, ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംഫാൽ താഴ്വര പ്രധാനമന്ത്രി വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ജാതി ജാതിയോടും ഏറ്റുമുട്ടുന്നു. ഇനി അടുത്തത് ക്ഷാമവും ഭൂകമ്പവും ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഈറ്റുനോവിൻ്റെ ആരംഭമെങ്കിൽ കോവിഡിൻ്റെ മറവിൽ ലോക സംഭവങ്ങൾ മീഡിയയ്ക്കകത്ത് നിങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിലും കണ്ട് ബൈബിൾ തുറന്ന് പഠിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയണം, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക്. ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായുവിട്ട് അനന്തതിഥ്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രിയിലും വാളകത്ത് പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വാളകത്തെ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1:19. എല്ലാവരും ബൈബിൾ തുറക്കാം. വിശുദ്ധ വെളിപ്പാട് 1:19 വായിച്ച സഹായിക്കാം മോനെ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രങ്ങൾ. ദൈവസഭയോടുള്ളത് നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. കഴിഞ്ഞ രാത്രി ആരാധനയ്ക്ക് ശേഷം മടങ്ങിപ്പോയി നമ്മുടെ കൂടാരങ്ങളിൽ നമ്മൾ പാർത്തു. പ്രഭാതത്തിൽ നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. കൺവെൻഷൻ ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവരുവാൻ മഹാദൈവം കൃപ ചെയ്തു. എത്ര പേർക്ക് ഇന്ന് രാത്രി ശ്രുതിക്കുവാൻ കഴിയും? ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, എൻ്റെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ യോശുവയെ പറ്റി പറഞ്ഞു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്ത്, അവൻ്റെ പേരാ യോശുവ. മോശയുടെ കീഴിൽ കട്ടം ഒഴിച്ച യോശുവ. അവൻ സ്വർഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗമേ എന്നെ കൊണ്ട് കാര്യമൊന്നും നടക്കത്തില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും കൂടെ ഇരിക്കുക. ഇന്ന് രാത്രി ബ്രദർ സിസ്റ്റർ, നിന്റെ തിയോളജി അല്ല വലുത്, നിന്റെ ഐഡിയോളജി അല്ല വലുത്, നിന്റെ PhD അല്ല വലുത്. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ പാളയത്തിനകത്ത് നിന്ന് ഒരു കൂട്ടം ജനത്തെ പുറപ്പെടുവിക്കുക. ഇസ്രയേലിൻ്റെ കരങ്ങളിനകത്ത് യോശുവയെ പിടിച്ചുയർത്തിയ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമല്ല കവിഞ്ഞൊഴുക്കുക. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ വക്കത്താരെങ്കിലും കാൽച്ചവട്ടിയാൽ അവർ എക്കലിനകത്ത് പൊതഞ്ഞു പോകും. എന്നാൽ വചനം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ യോശുവ ഇസ്രായേലിനകത്ത് 4 കാര്യം ചെയ്തു. 1, രാത്രി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. 2, വചനം പറഞ്ഞു കൊടുത്തു. 3, വിശുദ്ധിയുടെ ദൂത് കൊടുത്തു. ഒരു പ്രവചന ദൂതവൻ ആത്മാവിൽ പറഞ്ഞു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ആഴി എന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ ഒരു കൂട്ടം ദൈവത്തിൻ്റെ ഭക്തന്മാർ നിയമത്തിൻ്റെ പെട്ടകവുമായി പഴയ നിയമത്തിൻ്റെ ഭരണനദിയായ യോർദാൻ്റെ മുൻപിലേക്ക് വന്നു. ഒരുപക്ഷെ കലക്കവെള്ളം നിന്നെ മുക്കി കളയുവാൻ പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി വചനത്തിൻ്റെ പെട്ടകം തോളിനകത്തല്ല, നിന്റെ നാവിൽ അഭിഷേകമുണ്ടെങ്കിൽ, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാനൊരു അമിത ബലം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മരണനദി നിനക്കെതിരെ ഒഴുകിയാലും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പറയണം, നിന്റെ കുടുംബത്തെ തടസ്സപ്പെടുത്തി, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തടസ്സപ്പെടുത്തി, നിന്റെ മുൻപോട്ടുള്ള പ്രയാണങ്ങളെ തടസ്സപ്പെടുത്തുന്ന യോർദാൻ്റെ ഒഴുക്കുകളെ മാറ്റുക. ഇന്ന് രാത്രി നിന്റെ വചനത്തിൻ്റെ ശക്തി നിന്റെ ഇന്ന് രാത്രി
മുന്നോട്ട് നിന്നെ ഗമിക്കുവാൻ പദ്ധതി വെക്കുമ്പോൾ പിശാച് ഹല്ലേലൂയ നിന്നെ തകർക്കുവാൻ പദ്ധതി വെച്ചുകൊണ്ട് നിന്റെ കാലുകളെ തകർക്കുവാൻ പദ്ധതി വെച്ചുകൊണ്ട് മുന്നോട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയണ ഇസ്രായേലിന്റെ പാളയത്തിനകത്തിറങ്ങിയ കാര്യം ഈ കൺവെൻഷന്റെ അവസാന രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരിക. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവർ കാൽ ചവിട്ടിയത് യോർദാനില, പക്ഷേ ദൈവകരം ഇറങ്ങി വന്നത് ഈജിപ്തിലെ അരാബായി ഉപ്പുവെള്ളത്തെ ചിറപോലെ കെട്ടി നിർത്തിയത്. ഇന്ന് രാത്രി നീ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമ്പോൾ നിന്റെ പുരയ്ക്കകത്ത് ഒരു അത്ഭുത വിടുതൽ തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ശതാധിപൻ പറഞ്ഞതുപോലെ അങ്ങന്റെ വീട്ടിനകത്ത് വരുവാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ പുരയ്ക്കകത്ത് ഒരു വിടുതൽ നടക്കുന്നത് പോലെ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ മണ്ണിനകത്ത് യോർദാന്റെ ഒഴുക്കുകളെ മാറ്റിയ മഹാദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ വാളകത്തൊരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ദൂത സഞ്ചയവുമായി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ ദിവ്യകരം ഇവിടെ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ എൻ്റെ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കലേക്ക് വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്തുന്നത് ഇന്ന് രാത്രി ഒരു ജീവജല നദി ഇതിനകത്ത് ഒഴുകട്ടെ, ഒരു അഭിഷേകത്തിൻ്റെ നദി ഒഴുകട്ടെ, ഒരു പുറപ്പാടിൻ്റെ നദി ഒഴുകട്ടെ, ഒരു അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് പറയുക. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 2024 കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ആരാധനയും വചനത്തോടെ മുഴങ്ങുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ജീവിതം തകർന്നവർ യേശുവിനെ കാണുക, ചില മുളകൾ നാളുകളായി പിശാച് മൂടിയെങ്കിൽ അത് പൊട്ടുക. ഈ രാത്രിയിലെ കൺവെൻഷനെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ പിതാവേ, ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കാക്കണം. കടന്നു വന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാക്കണം. ചൂടിനെ അവഗണിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി ജീവൻ്റെ വചനം കേൾക്കാൻ വന്ന മക്കള് ഈ രാത്രി തിരുക്കരത്താൽ അങ്ങ് കാത്തുകൊള്ളണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ വിദ്യാഭ്യാസമോ പ്രശസ്തിയോ ഒന്നും ഈ യോഗത്തിൽ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. മകത്വം പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക, ഉണർവോടെ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ സഹകരണത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, AD 64 തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് യാത്രയായി 7 സഭകൾ അവൻ തുടങ്ങി. ആസിയയിലെ 7 സഭകൾ, എഫെസോസും ലവോദിക്കയും സർണയും തുദയൂരയും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ. വയോധികനായ യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ അവന് വേണ്ടി ക്രൂരമായ ശിക്ഷാവിധികൾ കൊണ്ടുവരുന്നു. ഒരിക്കൽ കൂടി വചനം ശ്രദ്ധയോടെ കേൾക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? വിശുദ്ധ ബൈബിളിനകത്ത് പൗലോസ് ലീഗ 14 ലേഖനം എഴുതി, ലൂക്കോസ് വൈദ്യൻ സഭയുടെ ചരിത്രം എഴുതി, സുവിശേഷം എഴുതി. പക്ഷേ ഇവരാരും 3 മേഖലയിൽ കടന്നു ചെന്നിട്ടില്ല. യോഹന്നാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യോഹന്നാൻ അന്ന് സുവിശേഷം എഴുതി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന് യോഹന്നാൻ വരച്ചു കാട്ടി. 2 അവൻ ഉപദേശം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അതാ ഏറ്റവും നിർണായകമായ ലേഖനത്തിന്റെ പരമ്പര. 3 പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകവും അവസാനം അവൻ എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രി നമ്മുടെ യൂണിയൻ കൺവെൻഷനകത്ത് യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുവരണം. അദ്ദേഹത്തോട് ചോദിക്കണം, യോഹന്നാൻ അപ്പോസ്തലൻ കുമ്പനാട് ബൈബിൾ കോളേജാണോ ഇതിൻ്റെ പിൻപിൽ, അല്ലെങ്കിൽ കോലഞ്ചേരിയിലെ സെമിനാരിയാണോ പിൻപിൽ? യോഹന്നാൻ ഒരു കാര്യം പറയും, എന്തുകൊണ്ട് ഈ 3 മേഖലകളിൽ എനിക്ക് കരം വെക്കുവാൻ ഭാഗ്യം ലഭിച്ചു? അന്ത്യം വരെ കാൽവറിയുടെ കൊലക്കളത്തിൽ അവൻ്റെ മാറോട് ഞാൻ ചാരിയിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷത്തിൻ്റെ ഏടുകൾ എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. പ്രവചനത്തിൻ്റെ ഏടുകൾ എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. ലേഖനത്തിൻ്റെ ഏടുകൾ എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. അപ്പച്ചമ്മച്ചി ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, എന്നാൽ കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവം
ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒന്നവൻ്റെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കി ശ്രദ്ധയോടെ ഇരിക്കണം. അതിനുശേഷം അവനെ എഫെസോസിന്റെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ടു. പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് ലോകത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി, ജോസേഫസ് സാറേ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, അസാമാന്യ ശക്തി. അദ്ദേഹം ഡൊമീഷ്യൻ പറഞ്ഞു പോകണം കാണണ്ട. 4-ാം ദിവസം വീണ്ടും ഒരു പദ്ധതി കൊണ്ടുവന്നു. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൂട്ടുകത്തിനകത്ത് യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് മുക്കിക്കൊല്ലുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിനകത്ത് വചനത്തിന്റെ ദൂതുകൾ വായിക്കുന്ന യോഹന്നാൻ സഭയ്ക്ക് മുൻപിൽ ഇരിക്കുമ്പോൾ റോമിന്റെ പടയാളികൾ കുതിരയ്ക്കകത്ത് വന്നു. അപ്പച്ചന്റെ കരങ്ങളിൽ പിടിച്ചു. 90 വയസ്സ് പ്രായം. ഒരു കപ്പ് കാപ്പി കുടിച്ചാൽ പിറക്കുന്ന അപ്പച്ചന്റെ കരങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച താങ്കളുടെ അവസാന ദിനമാ, നല്ല ഫുഡ് വേണോ, ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ട്? യോഹന്നാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചുരുളൊന്ന് വായിച്ചാട്ടെ. ആ ചുരുൾ വായിച്ചു. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ചിട്ട് മുക്കി കൊല്ലുവാനുള്ള പദ്ധതിയാണ്. അത് കേട്ടപ്പോൾ യോഹന്നാന്റെ മുഖത്തൊരു മന്ദസ്മിതം. ആ സമയത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. അപ്പച്ചൻ മരണം മുന്നിൽ കാണുമ്പോൾ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ നിങ്ങളുടെ ചക്രവർത്തി കൂട്ടുകോ എണ്ണ ഉണ്ടാക്കുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബേലിന്റെ ചക്രവർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദുരാസു സമഭൂമിയിൽ ഒരു ബിംബമുണ്ടാക്കി അതിനകത്ത് വലിച്ചെറിയുവാൻ പദ്ധതി വെച്ചപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവുണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഞങ്ങളെ കുഞ്ഞുങ്ങളെ വിടുവിച്ചെങ്കിൽ ആ മഹാദൈവം എനിക്ക് വേണ്ടി കൂട്ടുകത്തിനകത്ത് ഇറങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പടയാളികൾ ഒന്നും വേണ്ടിയില്ല, കൈകാലുകൾ ബന്ധിച്ച് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലൻ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി. എന്താ സംഭവിച്ചതെന്നറിയാമോ? കുട്ടുകത്തിനകത്ത് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് യോഹന്നാൻ അപ്പോസ്തലൻ വലിച്ചെറിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരണം കാണുവാൻ കാത്തുനിന്നു. അതിൻ്റെ നടുവിൽ യോഹന്നാൻ അപ്പോസ്തലൻ തല ഉയർത്തി പറഞ്ഞു, എനിക്ക് പുതയ്ക്കാൻ വല്ലതും തരണം. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കും, ദൈവത്തിൻ്റെ ദാസന് ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് യോഹന്നാൻ മരിച്ചില്ല, അപ്പുറത്ത് ശരീരത്തിനകത്ത് എണ്ണ കയറി ശരീരം മുഴുവൻ മൂടിയിട്ട് മരിച്ചില്ല. എന്താ കാര്യം? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. അപ്പച്ച, അമ്മച്ചി, സഹോദര, മകനെ, മകള്, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ രാത്രി കരമുയർത്തി പറയണം, ഒരു ക്യാൻസർ എനിക്കെതിരെ ആഞ്ഞടിച്ചാൽ, ഒരു മഹാവ്യാധി എനിക്കെതിരെ ആഞ്ഞടിച്ചാൽ, വാളകത്തിൻ്റെ മണ്ണിൽ നിന്ന് സുവിശേഷത്തിൻ്റെ തൊലികളുമായി ഞാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കടന്നത് വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ യോസഫിൻ്റെ പ്രോമിസാ പറഞ്ഞ്, വിശുദ്ധ ബൈബിളിൽ പ്രോമിസ് പ്രസംഗിച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾ എഴുന്നേൽക്കത്തില്ല. കൽദൈ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 1498 കിലോമീറ്ററായി ഇസ്രയേൽ, ഇറാഖ് ദൂരം അബ്രഹാമിനെ കൊണ്ടുവന്നു. വിളി കേൾക്കാത്ത ഒരുവനും ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ആരാണെന്നറിയാമോ? ലോത്ത്. രണ്ടുപേരും വന്ന് ആടുമാടുകളും വീടുകളും എല്ലാം ശരിയായി. ആ സമയത്ത് 2 കല്യാണം നടന്നു. അബ്രാച്ചാൻ ഒരു അമ്മാമയെ കിട്ടി, നല്ല അമ്മാമ സാറാമാമ. ലോത്തിനൊരു അമ്മാമയെ കിട്ടി, ബൈബിളിലുള്ള പേര്, ഗൂഗിളിലുമില്ല പേര്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെ ഒരു അമ്മാമയായിരുന്നു ലോത്തിൻ്റെ അമ്മാമ. അബ്രാച്ചാൻ സാറാമാമ രാവിലെ ആരാധനയ്ക്കോ ലോത്തോട് ജീപ്പിൽ കയറുമായിരുന്നു. അപ്പോൾ ലോത്തിൻ്റെ ഭാര്യ ഒന്നും പോകത്തില്ല. അവൾ പെട്ടിയും പ്രമാണവും കരമടച്ച രസീതും എല്ലാം കൈക്കലാക്കി. അവൾ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാം അബ്രാച്ചാൻ്റെ പേരിലാണ്. കണ്ടോ? ആ സമയത്ത് നമ്മുടെ അവൾ തലേണ മന്ത്രം ലോത്തിനോട് പറഞ്ഞു. അന്നേരം വീട്ടിൽ കലകം തുടങ്ങിയ. സന്തോഷമില്ലല്ലോ. 2 സഹോദരിമാർ വരുമ്പോഴാ 2 റേഷൻ കാർഡ്, 2 അടുപ്പ്, 2 ഗ്യാസ് ഇതിവിടെ തുടങ്ങി. അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ലോത്ത് അബ്രഹാമിനോട് പറഞ്ഞു, വീതം വച്ചേ പറ്റൂ. അബ്രഹാം പറഞ്ഞു, മിണ്ടാതിരിക്കണം, ഞാനാ ഇതെല്ലാം നേടിയത്. പിന്നെ അബ്രഹാം ഓർത്തു, പാസ്റ്റല്ലയോ, അവിടെ എല്ലാം കേൾക്കും, കനാന്യര്, എബൂസ്യർ, പൂസ്യർ ഇവരെല്ലാം നിൽക്കുക. ഉടനെ അബ്രഹാം പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് കോലഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകാം, നല്ല സ്ഥലം. അവിടെ പോയി വീതമപ്പ് കിട്ടി. അബ്രഹാമിന് എന്തോ കിട്ടിയെന്നറിയാമോ? നിങ്ങളോട് പറഞ്ഞാൽ വിഷമിക്കരുത്. വാളകത്ത് മേക്കടമ്പിലെ മലയാണ് കിട്ടിയത്, മമ്രയുടെ തോപ്പ്. ലോത്തിന് അവിടെ കിട്ടി കോലഞ്ചേരി, മൂവാറ്റുപുഴയും തൃപ്പൂണിത്തറ, അതിൻ്റെ പേരാ സോതവും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആ മമ്രയുടെ തോപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ 2 കാര്യം ഉണ്ടായിരുന്നു. 1 കരുവേലകം, 2 യാഗവീട്. എന്താ കരുവേലകത്തിൻ്റെ പ്രത്യേകത? ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നിരിക്കാൻ പറയും. സന്തോഷമില്ലല്ലോ. 2 യാഗപീഠം. കരിവേലകത്തിൻ്റെ പ്രത്യേകത, ആരെങ്കിലും വന്നാൽ 1 ഗ്ലാസ് വെള്ളം കൊടുക്കുമെന്ന്. ഇന്ന് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വന്ന 1 ഗ്ലാസ് വെള്ളം പോയിട്ട് ഗേറ്റ് പോലും തുറക്കത്തില്ല. സ്വോത്രം. നല്ല കാര്യമല്ലോ, കാലം മാറിപ്പോയില്ലയോ. അത് കഴിഞ്ഞിട്ട് യാഗപീഠം. യാഗപീഠത്തിൻ്റെ പ്രത്യേകത എന്താ? സ്തോത്രം. യാഗപീഠത്തിൻ്റെ പ്രത്യേകത, ഇസ്രായേൽ പഴയ നിയമത്തിൻ്റെ ആരാധന. എന്ത് കഴിച്ചാലും, എന്ത് കുടിച്ചാലും, എന്ത് ഭക്ഷിച്ചാലും അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. സ്വോത്രം. അതാ പഴയ നിയമത്തിൻ്റെ ആരാധന. നമ്മുടെ പെന്തിക്കോസ്, ഇവാഞ്ചലിക്കൽ, CSI, പാത്രക്കേസ്, സെൻറ്റ് പോൾ സ്പെഷ്യൽ, എൻ്റെ സഹോദരങ്ങൾ വിട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഭവനത്തിൽ
ഇന്ന് ആരാധന ഉണ്ടോ? ഹിന്ദിക്കാരുടെ ഭാഷ बालत हिंदी वाला बहुत है, अपने को ऊपर वाला मदद करके एक घर दिया, उसमें 4 कमरा गए. പ്രാർത്ഥിച്ച് 4 മുറിയുള്ളൊരു വീട് ലഭിച്ചെന്ന് സന്തോഷമില്ലല്ലോ? उसमें 4 कमरा में 4 आदमी, ബാബ ബേട്ട ബച്ച, അങ്ങനെ 4 എണ്ണം, അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങൾ, 4 പേര് ഓരോ കമരയിരുന്ന് കപ്പയുടെ ചവിട്ടി എലി മാന്തുന്ന പോലെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോട് പച്ചയ്ക്ക് ബന്ധിക്കോസുകാരോടും പറയാം, ഇന്ന് സന്ധ്യാപ്രാർത്ഥന ഉണ്ടോ മക്കളെ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ശ്വാസം പോയി, ഇനി ഞാൻ വരത്തില്ല. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് അവസാനം ഒന്നേ നിങ്ങൾ കേട്ടോണം. ഇന്ന് രാത്രി സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? പെന്തിക്കോസ് ആവട്ടെ, CSI ആവട്ടെ, ഇവാഞ്ചലിക്കൽ ആവട്ടെ, പഴയ കാലത്ത് പിതാക്കന്മാർ, എനിക്ക് സന്തോഷത്തോടെ ഓർമ്മയുണ്ട്. എൻ്റെ അപ്പൻ 42 വർഷം ഓർത്തഡോക്സ് സഭയിൽ ഉപദേശിയായിരുന്നു. സ്വോത്രം. പോയപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ഒന്നുമല്ല തന്നിട്ട് പോയൊരു ബൈബിളാണ് തന്നിട്ട് പോയത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. 2005. അതുകൊണ്ട് എനിക്ക് എല്ലാ സഭകളുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് കഞ്ഞി കുടിച്ച് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചത് ഇന്ന് സ്ഥാനമൊഴിഞ്ഞ ഗബ്രിയേൽ മാർ ഗീഗോറിയോസ്, അമ്മ മർത്തമറിയം സമാജത്തിൻ്റെ സെക്രട്ടറി. അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. സ്വോത്രം. അന്ന് എന്നെ കൈത്താങ്ങിയത് ആരുമല്ല, തിരുവനന്തപുരം CSIക്കാരാ, പാവപ്പെട്ട CSIക്കാരാ എന്നെ ഇന്നലെ കൊണ്ടുവന്നു. സ്വോത്രം. ഇന്ന് ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലെ നാടൻ ഭവനമാ. സ്വോത്രം. വീട്ടുപേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത്, രക്ഷിക്കപ്പെട്ടവൻ വീട്ടുപേര് പറയരുതെന്നാ തങ്കച്ചനച്ച പറയുന്ന. പക്ഷേ എങ്കിലും ഞാൻ പറയും, ഞങ്ങളുടെ വീട്ടുകാരുടെ പേര് പകലോ മറ്റങ്കാരൻ. നല്ല വീടല്ലേ? സ്വോത്രം. പക്ഷേ കുറേ ഇത് കുറേ തെങ്ങും കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് 4 സഹോദരിമാരാണ്. പറയുന്നതിന് കുഴപ്പമില്ല. അപ്പം ഞാനടക്കം 5 പേരാ. ഞങ്ങളുടെ വീട് പഴയ ഒരു ഓടിട്ട വീടാണ്. മച്ച മലയാളം. ചെറുപ്പക്കാർ കേൾക്കണം, ഒരൊറ്റ കട്ടിലേ ഉള്ളായിരുന്നു. സന്തോഷമില്ലല്ലോ? ആ കട്ടിലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കയറ് കൊണ്ട് വരിഞ്ഞ കട്ടിലാണ്. 6:30 അപ്പൻ കയറ് വരിഞ്ഞ കട്ടിലേക്ക് കയറുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, കിർ. അപ്പം നമ്മൾ പായിട്ടോണം. അന്നേരം ഒരു പാട്ടുണ്ട്, വന്ദനമേശു പാര ഇന്ന് പകൽ മുഴുവൻ. അത് പാടിയതിന് ശേഷമേ സഹോദര മോനെ അമ്മമ്മേ അന്ന് കിട്ടുന്നത് ഇച്ചിരി കഞ്ഞിയാ, അതിനുശേഷം വാട്ടിയിട്ട ചീനിയാ, ഒരു കാരല. പറയുന്നതിന് സജു ചാത്തൻ്റെ ഒരു പ്രശ്നവുമില്ല. സോദരം. ആ നിലയിലാണ് ഞാൻ വളർന്നത്. തീർന്നില്ല. ഞാൻ 5 വർഷം ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് പഠിച്ചതിന് ശേഷം കാര്യവട്ടത്തിൽ പോന്ന്. ഇന്ന് പഠിക്കുന്ന ചെറുപ്പക്കാർ കേൾക്കണം, അന്നത്തെ കാലത്ത് ഇട്ടത് 10 രൂപയുടെ ലൂണാറിൻ്റെ ചെരുപ്പ, 3 ഉടുപ്പും 3 ഉണ്ടുമായിട്ട് 5 കൊല്ലം ഓരോ ദിവസം കഴുകി ഉടുത്താ പഠിച്ചത്. പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇന്ന് അലമാരി തുറക്കുമ്പോൾ 15 വെള്ള ഉടുപ്പ് കാണുമ്പോൾ കണ്ണിനകത്ത് കണ്ണുനീര് വരും. കർത്താവേ, ഒരു ഉടുപ്പിടാനില്ലാത്ത കാലത്ത് 15 ഉടുപ്പൻ്റെ അലമാരിയിൽ തന്ന ദൈവത്തിന് കോടാനുകൂടി സ്വോത്രം. കരമുയരുന്നില്ലല്ലോ? സ്വോത്രം. എൻ്റെ കൂടെ പഠിക്കുന്ന സർക്കാർ ജീവനക്കാരും ജോലിക്കാരുടെയും മക്കൾ, ഞങ്ങൾ 5 പേരാണ് വീട്ടിലകത്ത്. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ ഡിഗ്രിക്ക്, ഒരാൾ എഞ്ചിനീയറിങ്ങിന്, ഞാനും പ്രീ ഡിഗ്രി ഇതെല്ലാം പഠിക്കുക. അപ്പൻ്റെ വണ്ടിക്കൂലി തരാൻ കാശ് കാണത്തില്ല. രാവിലെ കരഞ്ഞുകൊണ്ടാണ് വണ്ടിക്കൂലി തരുന്നത്. എനിക്കിതെല്ലാം നല്ല ഓർമ്മയുണ്ട്. സ്തോത്രം. ഞങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഡൈനിങ് ഹാളിനകത്തിരുന്ന്, ചെറുപ്പക്കാർ കേട്ടോ, പെൺപിള്ളേർ കേട്ടോ, ഡൈനിങ് ഹാളിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. അവിടെ അധ്യാപകരുടെ മക്കളും ബാക്കിയുള്ളവർ, ഞങ്ങൾ കർഷകരുടെ മക്കൾ. ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു നേരത്തെ ചോറിനകത്ത് കാച്ചിൽ തോരൻ വെച്ചത് ഒരു ചമ്മന്തിയാ, മുട്ട പോലും കിട്ടത്തില്ല. അതുകൂടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വണ്ടിക്കൂലി മേടിച്ച് പഠിച്ചത്. ദൈവം കുഞ്ഞുങ്ങളെ മറക്കരുത്. ഇന്നത്തെ കൊച്ചുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാർഡുമായിട്ട് അൽപകാമം കുഴിമന്തിയൊക്കെ തിന്നാൻ പോകും. സ്വോത്ര. കുഴപ്പമൊന്നുമില്ല, അവർ കഴിച്ചോട്ടെ. പക്ഷേ സന്ധ്യാപ്രാർത്ഥന നിൻ്റെ വീട്ടിൽ 2 പേരെ ഉണ്ടോ? നാളെ ഞാനിവിടെ വന്നില്ലല്ലോ. അപ്പച്ചമ്മച്ചി കുഞ്ഞുങ്ങൾ വിദേശ രാജ്യത്താണോ? പായിട്ട് സന്ധ്യയ്ക്ക് ഒരു അടി പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ചാൽ നിൻ്റെ വീട്ടിനകത്ത് നാടൻ മലയാളത്തിൽ രാത്രി 108 ആംബുലൻസ് വരത്തില്ല. രാത്രിയിൽ നമ്മെ കരുതുന്ന ദൈവം, രാവിലെ നമ്മളെ വിശ്വസതയോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. എത്ര വീട്ടിൽ പ്രാർത്ഥന ഉണ്ട് ചായ? എത്ര വീട്ടിൽ ഉണ്ട് അമ്മാമ്മേ? രാവിലെ 5:30 എഴുന്നേൽക്കുമ്പോൾ അപ്പൻ്റെ പാട്ട് കൂടെ ഞങ്ങളും. എന്താ? മനമേ പക്ഷി കടങ്ങ്. ഇന്ന് പകൽ നമ്മുടെ വീട്ടിനകത്ത് 2024 കൺവെൻഷൻ, വലിയ ക്രൂസൈഡില്ലല്ലോ. ഈ കൺവെൻഷനിൽ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ വീട്ടിനകത്ത് സന്ധ്യയ്ക്ക് ഒരു വരി പാട്ടുപാടി പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. കരമുയരുന്നില്ലല്ലോ? അമ്മാമ്മ എഴുന്നേറ്റില്ലല്ലോ? ആ ചായ പഠിക്കുന്ന മോളെ ആരെഴുന്നേറ്റില്ലെങ്കിലും നീ പുസ്തകം തുറങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്ധിയിൽ ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിൽ നീ ബുക്ക് തുറക്കാവൂ. ശലോമോന്റെ മേൽ ജ്ഞാനം പകർന്ന ദൈവം നിന്റെ ദിവ്യ ജ്ഞാനത്താൽ നിറയ്ക്കും. വചനം ഏറ്റെടുക്കുന്നതർക്കായി കരുവേലകവും യാഗപീഠവും അവിടെയാ ദൈവ സാന്നിധ്യമുള്ളത്. ദൈവത്തിൻ്റെ ദാസന്മാർ 2 പേരും സ്വർഗവും ഇറങ്ങി. അബ്രഹാം അവരെ കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. നമ്പർ 1, അബ്രഹാം അവർക്ക് വെള്ളം കൊടുത്തു. സാറയെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി ദാണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ട് എന്തുകൊണ്ട്? ഇന്നത്തെ സഹോദരിമാരാണ് ടെലിവിഷൻ കാണും. സാറാമ്മച്ചി നല്ല അമ്മച്ചിയാ. സ്വോത്രം. സാറാമ്മച്ചി എന്തോ പറഞ്ഞു, ഇവിടെ 3 അടങ്ങഴി മാവുണ്ട്. സാറാമ്മച്ചി പടപട
അവിടെ കുഴച്ചു. ആ അമ്മച്ചി കുഴച്ച മാവിൻ്റെ പേരാ കുബൂസ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ നിന്ന് പടപട ചിക്കൻ കാലുമായിട്ട് അടിക്കുമ്പോൾ പറയണം സാറാമാമ ഉണ്ടാക്കിയതാ ഈ കുബൂസ്. സംശയമുണ്ട് വാളകത്തി എന്നാലും മതി, 50 രൂപ കൊടുത്താൽ ഇപ്പോൾ ഇവിടെയും കിട്ടും കുബൂസ്. അതിനുശേഷം അബ്രഹാം എവിടേക്ക് പോയെന്നറിയാമോ? മൃഗസമ്പത്തിനകത്ത് പോയി നല്ലൊരു മൃഗത്തെ കട്ട് ചെയ്തു. ആദ്യത്തെ മട്ടൻ കറി ഉണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് അതര മൂവാറ്റയുടെ മോഡേനും അല്ല, ചങ്ങനാശ്ശേരി ഹാർവസ്റ്റും അല്ല, അവറാച്ചാന് സാറാമാമേ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. നല്ല ക്ലിയറായിട്ട് ഭക്ഷണം കൊടുത്തു. അതിനുശേഷം ഈ ദൈവത്തിൻ്റെ ദാസന്മാർ സ്വർഗ്ഗം എഴുന്നേൽക്കുക. ആ സമയത്ത് അബ്രഹാമിനോട് ചോദിച്ചു, ഇന്നത്തെ പ്രശ്നം എന്ത്, നിൻ്റെ സിവിയർ മാറ്റർ? അബ്രഹാം പറഞ്ഞ്, നിങ്ങൾ ഇറാഖിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു? നിനക്ക് വീട്, കാറ്, കമ്പ്യൂട്ടർ. ഞങ്ങൾ ഭാഷമാർ പറയുന്നുള്ളൂ, നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും, കാനഡയെ വിടും, UK വിടും, നിൻ്റെ സന്തതി ആകാശത്തിലെ മണൽ, ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. ഉടനെ സാറാമാമ ഒറ്റ റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുക. സിലിസി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡോക്ടർ കൊടുത്തേക്കോ, ഇനി ഇങ്ങോട്ട് വരണ്ട, നിൻ്റെ കാര്യം പോക്കാൻ, നിന്നെ മക്കളുണ്ടാവത്തില്ലെന്ന് 1989. ഉടനെ അബ്രഹാമിൻ്റെ കൈ ഒരു വാക്കിംഗ് സ്റ്റിക്ക്. അബ്രഹാം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം വെറും പൊളിവായി പോയി, ഞാനിപ്പോൾ ഒരു വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് നടക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, വൈകിട്ട് 5:30 രണ്ടുപേരും ഇവിടെ നില്ല്, നാളെ രാവിലെ ഓട്ടോ പിടിക്കണം. നമ്മുടെ ലൂലു മാള് എടപ്പള്ളി വന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് ഒരു തൊട്ടി മേടിക്കണം, 3 കിലുക്കും മേടിക്കണം. സ്വോത്രം. സാറാമാമ കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് മറഞ്ഞു ചിരിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. ഇതാ ദൈവത്തിൻ്റെ വചനം, അബ്രഹാമിൻ്റെ വചനം. അബ്രഹാമിൻ്റെ ശരീരത്തിലേക്ക് വചനം അങ്ങ് പാസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാത്രി വചനം പാസ് ചെയ്താൽ നിന്റെ കൗണ്ടുകളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വചനം പാസ് ചെയ്താൽ നിന്റെ ശരീരത്തിന് അസ്ഥികളുടെ ബലം തരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ആ വചന സാറായുടെ അകത്തേക്ക് കടന്നപ്പോൾ അവളുടെ ഗർഭപാത്രത്തിൻ്റെ ഫൈബ്രോയിഡിന് റേഡിയേഷൻ കൂടാതെ വചനം കരിച്ചു കളഞ്ഞു. ദൂതേറ്റെടുക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പറയണ, കത്തി തൊടാതെ സർജറി ചെയ്യുവാൻ. ലിസി തള്ളും, മെഡിക്കൽ ട്രസ്റ്റ് തള്ളും, കോലഞ്ചേരി പറയുന്ന നിനക്ക് മക്കൾ ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വചനം പെയ്തിറങ്ങിയ നിന്റെ യൂട്രസിൻ്റെ ഫലോപ്പിയൻ ട്യൂബിനകത്തെ മുഴകളെ പോലും മാറ്റുക. അബ്രഹാമിൻ്റെ വീട്ടിനകത്തിറങ്ങിയ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൂതേറ്റെടുക്കുന്നവർക്ക് ഈ രാത്രി പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കാലം എത്ര പോയാലും, സമയം എത്ര പോയാലും, മെഡിക്കൽ സയൻസ് തള്ളിയാലും, സ്കാൻ റിപ്പോർട്ട് എനിക്കെതിരായാലും, അതിൻ്റെ നടുവിൽ എന്നെ കരം പിടിച്ചുയർത്തുക. ഇന്ന് രാത്രി ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, സദ്യകളെ ഭാഷകളെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രി പറഞ്ഞ, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സ്വോത്രം. നിങ്ങൾ ഹല്ലേലൂയ പറയുന്നില്ല. ഇവിടെ പാടിയതാ അല്ലപ്ര യൂത്ത് വിങ്സ്. അവരായിരുന്നു നിനവയിൽ കൺവെൻഷനിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന. സ്തോത്രം. അന്ന് വളരെ സ്നേഹിതൻ. കുറ്റപ്പാല അച്ഛനെ സ്ഥിരമായിട്ട് എന്നെ നിനവേ കൺവെൻഷൻ വിളിക്കുന്നത്. അച്ഛൻ വിളിക്കുമ്പോഴേ എന്നോട് പറയുന്നത്, സാറേ എന്നാണ് വിളിക്കുന്നത്, വേറെ ഒന്നും പറയരുത്, കർത്താവിൻ്റെ വരവേ പറയാവൂ. സ്തോത്രം. 2-2.5 മണിക്കൂർ സമയം തരും. അന്ന് ഈ കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 2017 നല്ല ആരാധന. 11-15 ഞാൻ മെസ്സേജ് തുടങ്ങി. 2:30 വരെ മെസ്സേജ് അങ്ങ് പോയി. ഇടയ്ക്കൊന്ന് കാണിക്കുക എടുത്തു. ഒരൊറ്റ ജനം പോകുന്നില്ല. ഒരു 6000 പേരോളം നിനവേ ഗ്രൗണ്ടിലിരിക്കുക. അന്ന് കുഞ്ഞുങ്ങൾ ഈ ഇവരുടെ കൂടെയുള്ള പഴയ കുഞ്ഞുങ്ങളെ കൈയടിച്ച് പാടുക. ഗ്രൗണ്ടിനകത്ത് ദൈവസാന്നിധ്യം. ആ സമയത്ത് കുറ്റപ്പാലച്ചൻ മുട്ടുമടക്കി എന്നോട് പറഞ്ഞു, സാറേ അനവധി പേർക്ക് ഇതിനകത്ത് മക്കളില്ല, ദൈവാത്മാവ് സംസാരിക്കുന്ന മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏകദേശം 13 കുടുംബങ്ങൾ അന്ന് കർത്താവിന് വേണ്ടി മുട്ടുമടക്കി. ഞങ്ങളുടെ പൊന്നും വെള്ളിയൊന്നുമില്ല. ഞങ്ങൾ അവിടെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛന്മാരെൻ്റെ കൂടെ, ദൈവദാസന്മാരെൻ്റെ കൂടെ, എല്ലാ ജനവും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അബ്രഹാമിനെ സാറേയും തൊട്ട കരം ഈ കുഞ്ഞുങ്ങളെ തുടരണം. എൻ്റെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, 2017 സംഭവം 18 ഞങ്ങൾ വീണ്ടും നിനവയിൽ ഒരുമിച്ചപ്പോൾ അതിനകത്ത് 5 കുടുംബങ്ങൾ മക്കളുമായിട്ട് സാക്ഷ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്റ്റേജിൻ്റെ താഴെ ഞങ്ങൾ മുട്ടുമടക്കിയപ്പോൾ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നു. ഇന്ന് രാത്രി വചനമേറ്റെടുക്കുന്നവർക്കായി പ്രസംഗിക്കുന്നവൻ്റെ മഹത്വമല്ല, സ്റ്റേജിലിരിക്കുന്നവൻ്റെ മഹത്വമല്ല, ദൈവ സാന്നിധ്യം ഇറങ്ങിയ നിന്റെ ഉദരത്തിനകത്ത്, ഹന്നയുടെ ഉദരത്തെ ചലിപ്പിച്ച് ഒരു ശമൂവേലിനെ പ്രൊവൈഡ് ചെയ്ത ദൈവം ഇന്ന് രാത്രി അവൻ ആർക്കും കടക്കാരനല്ല. വചനമേറ്റെടുക്കുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി വേണം, അബ്രഹാമിൻ്റെ കുടിലിനകത്ത് ഇറങ്ങിയ ദൈവം എൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിയ, എനിക്ക് കുഞ്ഞുങ്ങൾ തരത്തിലെന്ന് ഊട്ടപ്പിശാച് പദ്ധതി വെച്ചാൽ അതിൻ്റെ നടുവിലും അവൻ്റെ കരം ചലിച്ചാൽ ഇന്ന് രാത്രി എൻ്റെ കൗണ്ടിനെ മാറ്റുക, ബ്ലഡിൻ്റെ പവറിനെ മാറ്റുക, എൻ്റെ യൂട്രസിൻ്റെ ഫൈബ്രോയിഡിനെ മാറ്റുക, ഫലോപ്പിയൻ ടെസ്റ്റിനകത്തുള്ള നാളികളുടെ ചലനത്തെ മാറ്റുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇതാ പ്രോമിസ്. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കി തരും. തീർന്നില്ല. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് വചനത്തിൻ്റെ അരങ്ങ്. ഒരപ്പച്ചനും ഒരമ്മച്ചിയും ദൈവദാസന്മാർക്ക് എന്താ കൊടുത്ത്? ഒരു നേരത്തെ വെള്ളം, ഒരു മട്ടൻ കറി, അതിനുശേഷം എന്താ കൊടുത്ത്? നല്ല സുന്ദരമായ കുബൂസ്.
ഈ അച്ഛന്മാരും മറക്കും, പാസ്റ്റർമാരും മറക്കും, ഞങ്ങളും മറക്കും. മറക്കാത്തവൻ ഒരുവനുണ്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഇസ്രായേൽ ജനം ഇസ്രയേലിൻ്റെ പാളയത്തിൽ നിന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കൊടുത്തതിൻ്റെ മറുപടിയായി 30 ലക്ഷത്തിൽ പരം ജനങ്ങൾക്ക് സ്വർഗം എന്താ മാറയെ പിളർന്നു മധുരജലം കൊടുത്തു. സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജനത്തിനെന്താ ആകാശത്ത് നിന്ന് മന്നയെ കൊടുത്തു. ഹിന്ദിക്കാരൻ്റെ ഭാഷ പറഞ്ഞാൽ വാളകത്തെ ചിന്നമാമ കേട്ടാട്ടെ, അയൽവാസികളോ ബന്ധുക്കളോ ആരെങ്കിലും വന്നാൽ ഒരു കോഴിയെ പിടിക്കണമെങ്കിൽ നിങ്ങൾ 4 പറമ്പ് ഓടണം. പക്ഷേ ഹിന്ദിക്കാരൻ്റെ ഭാഷ പറഞ്ഞാൽ ആട്ടുപതി ദർവാദ കോൾനേക്കാട്ടായി 8 കിലോ മുറുകി ബാഗർ കടാകെ കാടപ്പക്ഷി നിൽക്കുവാന്ന് പിടിച്ചോളാം. സ്വോത്രം. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിൽ നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിന്റെ തലമുറകളെ മാനിക്കുന്നവനായി ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഈ രാത്രി ഇതാ ദൈവത്തിൻ്റെ പ്രോമിസ് വാഗ്ദത്തം. ഇന്ന് രാത്രി യോഹന്നാന് വേണ്ടി അവനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തുനിന്ന് വലിച്ചെടുത്തു. അതിനുശേഷം അവന് കൊടുത്ത കൽപ്പനയാ നാട് കടത്തുന്നു. അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടനോമോ ജയിലിനകത്ത് നാട് കടത്തുന്നത് പോലെ അന്ന് റോമിൻ്റെ ഭരണാധികാരികൾ നാട് കടത്തുന്ന സ്ഥലമാണ് പദ്മോസ്. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. ഗ്രീസ് അതിൻ്റെ തലസ്ഥാനം ഏതൻസ്. അവിടെ ഒളിമ്പിക്സ്. അവിടെ ഒരു നദിയുണ്ട് 60 മൈൽ നീളത്തിൽ ചാഞ്ചാടി ഒഴുകുന്ന തേംസ് നദി. അതിൻ്റെ നടുവിൽ 16 കിലോമീറ്റർ കൊച്ചി ദ്വീപ് പോലെ 10 കിലോമീറ്റർ വീതിയിൽ ഒരു സ്ഥലം കിടക്കുന്നു പദ്മോസ്. അവിടത്തേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ യാത്രയാക്കി. ഒരു യാനത്തിനകത്ത് പടയാളികൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. യാനം അത് ദ്വീപിനടുത്തെത്തി വാതിലുകൾ തുറന്നു. യോഹന്നാൻ അപ്പോസ്തലനെ തള്ളി അവിടത്തേക്ക് വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് യാനം തിരിച്ചുപോയി. 90 വയസ്സുള്ള അപ്പച്ചൻ കൈകാല് വിറയ്ക്കുന്ന അപ്പച്ചൻ, ഒരു കട്ടൻ കാപ്പി കുടിച്ചാൽ വിറയ്ക്കുന്ന അപ്പച്ചൻ അവിടെ നിന്ന് മുട്ടുമടക്കി. പിതാവേ മാതാവേ, ഈ രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടിവർ നിനക്കെതിരായി നിൽക്കും. ആകാശം മുട്ട കരിമ്പന പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന പരുന്ത്, മനുഷ്യൻ്റെ അസ്ഥികശം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം അവിടെ. അതിൻ്റെ നടുവിൽ പാറക്കൂട്ടത്തിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കി. ഇന്ന് രാത്രി വാളകത്ത് കരമുയർത്തി പറ, അവങ്കലേക്ക് നോക്കിയവ പദ്മോസിലല്ല വാളകത്തും പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അമ്മാമ്മ കരമുയർത്തിയാട്ടെ. ഞാൻ എല്ലാ കാലത്ത് യഹോവയെ വാഴ്ത്തു. എൻ്റെ കഷ്ടത്തിലും നട്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഞാൻ യഹോവയെ വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. സ്വർഗം തുറന്നു വന്നു. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരായിരിക്കും. എന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ, അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി പറ, വാളകത്ത് ഞാൻ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഏത് പദ്മോസിൻ്റെ ഏകാന്തതയിൽ ഞാൻ കിടന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ കരം എന്നെ പിടിച്ചുയർത്തോ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ, കമാൻ. ഞാൻ തകരാൻ ദൈവം അനുവദിക്കുകയില്ല, ഞാൻ പതറാൻ ദൈവം അനുവദിക്കുകയില്ല. സ്വർഗം തുറന്നു. കണ്ട ദിവ്യ ദർശനം. 7 പൊൻ നിലവിളക്കുകളുടെ നടുവ് നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സാഫയെ വലങ്കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ തക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാന് ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പദ്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അപ്പോക്കാലിപ്സ്, രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. ഇതിൻ്റെ പ്രത്യേകത 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2-3 ആസിയയിലെ 7 സഭ. 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 പിശാചിന്റെ തൃത്വത്വം. 14 സിയോൻ മലയിൽ കുഞ്ഞാട്. 15 കുഞ്ഞാടിന്റെ മുദ്രയേറ്റവർ പളങ്ക് കടലിനരികെ. 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ. 17 മഗതിയാം ബാബിലോൺ. 18 വ്യാപാര ബാബിലോൺ. 19 കുഞ്ഞാടിന്റെ കല്യാണം വന്നു. 20 അന്തിമയുദ്ധം ഗോഗ് മാഗോഗ്. 21 പുതിയ ആകാശം പുതിയ ഭൂമി. 22 പുസ്തകം മുദ്രയിടാൻ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വാളകത്തെ വിശുദ്ധന്മാർ മുട്ടുമടക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. സ്തോത്രം.
1 മാസം നിന്നാലും ഈ പുസ്തകത്തിലെ ചാലുകൾ തീരത്തില്ല. അതിൻ്റെ നടുവിൽ നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. ഇനി വളരെ സ്ലോ ആയി മെമ്മോ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് യുവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കല യുഗം, 6 കൃപായുഗം. കൃപായുഗം തീരാറായി. ഇനി കൃപായുഗത്തിൽ 3 കാര്യങ്ങൾ നടക്കും. ഒന്നാമത്തെ കാര്യം ശ്രദ്ധയോടെ ഇരിക്കണേ, ദൈവസഭ മധ്യാകാശത്തിലെടുക്കും. പെന്തിക്കോസല്ല, CSI അല്ല, ഇവാഞ്ചലിക്കല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിന് ഇംഗ്ലീഷിൽ ഞങ്ങൾ പറയും റാപ്ചർ, മലയാളത്തിൽ സഭയുടെ ഉൽപ്രാപണം. നല്ല പഠന ക്ലാസ്സാണ്. ഇന്ന് രാത്രി നമ്മുടെ വാളകം പഞ്ചായത്തിനകത്ത് ഒരു അമ്മമ്മ, നമ്മുടെ സുശീല ചേച്ചി തന്നെ പിടിക്കാം, പേരുള്ളവർ തെറ്റിദ്ധരിക്കേണ്ട. വാളകത്ത് ഗ്രാമപഞ്ചായത്തുകാർ 40 കോഴി കുഞ്ഞിനെ കൊടുത്തു. 20 എണ്ണത്തിന് ഒരു കൂട്ടിൽ, 20 എണ്ണത്തിന് മറ്റേ കൂട്ടി. രാവിലെ എറണാകുളം മുനമ്പം കടലിൽ നിന്ന് മീനും പിടിച്ചു ഒരു ആട്ടോക്കാരൻ കീക്കി ആയിട്ട് വന്നു. സുശീല ചേച്ചിയുടെ ബാധയ്ക്ക് എന്നിട്ട് ഓണടിച്ചു. ചേച്ചി ട്രോളിങ് കഴിഞ്ഞ് നല്ല മുടിത്ത നെത്തോലിയുണ്ട്. 1 കിലോയ്ക്ക് എന്തോ വിലയാണ്. പക്ഷേ ഇന്ന് ഞാൻ 200 രൂപയ്ക്ക് 2 ചട്ടി തരാം. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. കാൽസ്യം ഉള്ള നെത്തോലിയാണല്ലോ. ചേച്ചി ഒരു കാര്യം ചെയ്ത്, എന്തോ ചെയ്തെന്നറിയാം, 2 ചട്ടിയിൽ മേടിച്ചു. എന്നിട്ട് അടുക്കളയിൽ വെച്ച് രാവിലെ അല്പം തിരക്കായി പോയി ചപ്പാത്തിയും കടലക്കറിയും. മകൾ ജ്യോതിയോട് പറഞ്ഞു, മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്കിത് കൊണ്ടുപോയി നന്നാക്കി കുറേ വരിഞ്ഞ് പറക്കി ഫ്രിഡ്ജിനകത്ത് വെക്കണം. മോളും പറഞ്ഞാവട്ടെ. 10 മണിക്ക് അമ്മയും മകളും 2 ചട്ടി നെത്തോലിയുമായി മുരിങ്ങയുടെ ചവിട്ടി വന്ന് ബക്കറ്റ് മാറ്റ്. ആ സമയത്ത് ഒരു പരുന്ത് സുന്ദരമായിട്ട് മേളിൽ കയറി ഇരിപ്പുണ്ട്. അമ്മമ്മ ഇതെല്ലാം വെട്ടിപ്പറക്കി തല ഒരു സൈഡിലാക്കി. മോള് മീനെല്ലാം കഴുകി. അമ്മമ്മ എന്തു ഇതെന്നറിയാമോ, നേരെ പെരെ വെക്കാൻ പോയി. മകളോട് പറഞ്ഞ് 40 കോഴി കുഞ്ഞിനെ തുറന്നു വിടണം. നാടൻ കഥ. ആ സമയത്ത് അവൾ തുറന്നു വിട്ട് ജ്യോതിമോക്ക് മൊബൈൽ കുത്താൻ സമയം പോയി. അവൾ മൊബൈൽ കുത്താൻ പോയി, അമ്മാമ്മ മീനും വെക്കാൻ പോയി. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പരുന്ത് ഒറ്റ വരവ്. സ്വോത്രം. 3 കുഞ്ഞുങ്ങൾ ഒരു കാല്, വാളകത്ത് 3 കുഞ്ഞുങ്ങൾ മറ്റേ കാല്. കോഴിക്കൊച്ചുങ്ങൾ ഒരു നിലവിളി, കിയോ കിയോ കിയോ. ആ സമയത്ത് അമ്മാമ്മ ചാടിയിട്ട് ഒരു നിലവിളി, 6 എണ്ണത്തിന് കൊണ്ടുപോയേ. സ്വോത്രം. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിലെടുക്കപ്പെടും. ഒരു മലയാളം. ഏലിയാവ് യോർദാൻ്റെ കര ചെന്നപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്നു. എങ്ങനെ അവൻ പോയി? എമിറേറ്റ്സിലല്ല, ചുഴലിക്കാറ്റിൽ പോയി. ആ കാറ്റ അമ്മമ്മ നടിക്കുന്നത് ഏതാ? റീത്ത, കത്രീന, വിൽമ, ആർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മഹ, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ടെ. കഴിഞ്ഞ ആഴ്ച പള്ളിയിലെ പയ്യൻ്റെ പേരും വന്ന് ബിബിൻ ജോയ്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അവൻ്റെ പേരും കാറ്റിലായി. ഇനി ഒറ്റ കാറ്റൂടെ അടിക്കും. ആ കാറ്റിൻ്റെ പേരാ പെരിഷ്. അന്ന് കുണപ്പെട്ടവൻ മരണം കാണാതെ അക്കരെ കയറി. സ്വോത്രം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ തിക്ലിംഗ് ഓഫ് ഐസ് വി ആർ ട്രാൻസ്ഫോം. ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. സ്വോത്രം. ഇതെല്ലാം കേട്ടോണം. നമുക്ക് സന്തോഷമില്ലല്ലോ. അമേരിക്കയിൽ കാറിൻ്റെ പുറകെ സ്റ്റിക്കർ ഒട്ടിച്ചെന്നു. എന്താ സ്റ്റിക്കർ ഒട്ടിച്ച്? ആം എ ജീസസ് ബിലീവർ. കേൾക്കണം അമ്മ, ഇതെല്ലാം നോട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം ഡ്രൈവർ രക്ഷിക്കപ്പെട്ടവനാന്ന്. അപ്പോൾ കയറുന്നവനോട് നീ രക്ഷിക്കപ്പെട്ടവനാന്ന് ചോദിച്ചാൽ അവൻ ടാക്സി കയറുമോ? അതുകൊണ്ടൊരു സ്റ്റിക്കർ കണ്ട് കയറട്ടെന്ന്. അതിൻ്റെ അർത്ഥം പോന്ന വഴി ഞാനങ്ങാണ് കാകളം കെട്ട് പോയാൽ നിൻ്റെ കാര്യം പെരുവഴിയാന്ന്. സ്വോത്രം. അതിനാമ ജീസസ് ബിലീവർ. തീർന്നില്ല. അടുത്തത് ഞാൻ കൊട്ടാരക്കര കോളേജിൽ പഠിപ്പിച്ചു. പിന്നെ കൊട്ടാരക്കര കോളേജ് ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കാലത്ത് ആ പിള്ളേരെ പഠിപ്പിച്ച് എത്രയോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച്. അതിൽ പഠിപ്പിച്ച ഒരു പയ്യൻ പ്രമോദാരായി. ഏതാണെന്നറിയാമോ? ജനശതാബ്ദി ഓടിക്കുന്ന പൈലറ്റായിരുന്നു. അവൻ താമസിക്കുന്നത് തിരുവനന്തപുരം ചാക്കയിൽ. 5:30 മണിയാകുമ്പോൾ സ്തോത്രം അവൻ തിരുവനന്തപുരത്ത് വരും. 5:55 എഞ്ചിനീയർ ചാർട്ട് കൊടുക്കും. കീക്കി കൂക്ക് ഒറ്റ പിടിയില്ല. 17 കമ്പാർട്ട്മെൻറ്റുമായിട്ട് കോഴിക്കോടേക്ക് 12 കോഴിക്കോട്ട് വരും. വീട്ടിൽ നിന്ന് ഭാര്യ ഉണ്ടാക്കി വന്ന 3 ചപ്പാത്തിയും കടലക്കറിയും തന്നെ ഒരു കട്ടൻ ചായ അടിക്കുക. എഞ്ചിൻ ധരിച്ചിട്ട് ഒറ്റ പിടിയിൽ. രാത്രി 9:30 തിരുവനന്തപുരത്ത് ഒറ്റ പയ്യന് കൊട്ടാരക്കരക്കാരൻ ജനശതാബ്ദി ഓടിച്ചുകൊണ്ടിരുന്നത്. കോവിഡ് കാലത്ത് ഒരു സംഭവം. അവനോട് സദേൺ റെയിൽവേ പറഞ്ഞ്, നീ മാത്രം പോരാ, ഒരുത്തനെയും കൂടെ ഫ്രണ്ടി ഇരുത്തണമെന്ന്. സ്വോത്രം. നമ്മുടെ തേവര കടലിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ ഗുണപ്പെട്ടവനാ. കാകളം കേട്ടെങ്കിൽ 17 കമ്പാർട്ട്മെൻറ്റ് താഴെ കിടക്കും. പെന്തിക്കോസുകാരും കേട്ടാട്ട് അടുത്ത വാക്ക്. ഇടയ്ക്ക് എയർപോർട്ടിൽ പോകണം. അവിടെ ഇരിക്കുന്ന പെങ്കൊച്ചുങ്ങൾ നോക്കാനല്ല, പ്ലെയിൻ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലെയിനിൻ്റെ ഫ്രണ്ട് 2 എണ്ണം ഇരിപ്പുണ്ട്. പന്തമാവി കിളിയിരിക്കുന്നതല്ല. കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ 2 എണ്ണം നോക്കിയിരിക്കുക. അതിൻ്റെ അർത്ഥം ആരാന്നറിയാമോ? നല്ല വൃത്തിയായിട്ട് പറയാം. 2 പൈലറ്റുകൾ. ഞാൻ പഠിപ്പിച്ച പെൺകുട്ടിയാണ് ഇൻഡിഗോ പറത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇൻഡിഗോ പോകും. 1 മണിക്കൂർ 15 വിട്ട് ബാംഗ്ലൂരിൽ ഇറങ്ങും. അവിടെ നിന്ന് കണക്ഷൻ അടുത്ത ലോക്കോയും പൈലറ്റും കൂടെ കയറിയിട്ടാണ് ഡൽഹി പോകുന്നത്. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഒറ്റയ്ക്ക് പോകരുത്, ഒരാളെയും കൂടെ അതിനകത്താക്കി. കാര്യം, തിരുവനന്തപുരത്ത് പോകുന്ന ഇൻഡിഗോ മംഗലാപുരത്ത് കടലിൻ്റെ മേളിൽ കയറുമ്പോൾ കാകളം കേട്ട് കഴിഞ്ഞാൽ പെങ്കൊച്ച് ഡോറ് തുറന്നു പോയാൽ 120 എണ്ണം പറവോന് ഉപ്പുവെള്ളം കുടിച്ചോളാം. താഴെ കിടന്ന് ഉപ്പുവെള്ളം കുടിക്കുമെന്നു. സ്വോത്രം. സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു.
പെന്തിക്കോസുകാരും ഇവാഞ്ചലിക്കലും മർത്തോമാക്കാരും വേണ്ടതില്ല, ഞാനോ രക്ഷിക്കപ്പെട്ടില്ലെന്ന്. സ്വോത്രം. ഇവിടെ സംഭവങ്ങളെല്ലാം കാന്തൻ്റെ വരവിന് വേണ്ടി കാണിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസഭ എടുക്കപ്പെട്ടാൽ, ഒന്ന്, സഭയുടെ ഉൽപ്രാവണം. രണ്ട്, ഇനി ഇവിടെ ഊരേത്ത് വരുമ്പോൾ, വാളകത്ത് വരുമ്പോൾ പ്രസംഗിക്കും. എസെക്കിയേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ആരാ ഗോഗ്? നോഗയുടെ മക്കളാ ഗോഗ്. ശേം, ഹാം, യാഫേത്ത്. അതിനകത്ത് യാഫേത്തിൻ്റെ തലമുറയാ മാഗോഗ്. അതിന് പൂർണ്ണമായി ചരിത്രം മംഗോളിയൻ സാമ്രാജ്യം. 5 കുള്ളന്മാരുണ്ട്. 1 ചൈന, 2 കൊറിയ, 3 തായ്ലൻഡ്, 4 ഫിലിപ്പീൻസ്, 5 തൈവാൻ. അവന്മാരാ കുള്ളന്മാർ. ഒരച്ചിട്ട വാർത്ത മാഗോഗ്. ഇതിൽ നിന്ന് ഒരുവൻ ചാടി, അവൻ്റെ പേരാ ഇന്നത്തെ റഷ്യ. ഗോഗ്. ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. റോഷ്, മേശക്, ട്രൂബൽ. റഷ്യ, മോസ്കോ, ടുബാസ്കോ എന്നിവയുടെ തലവനായ റഷ്യ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അതുകൊണ്ട് 2 വർഷമായി ഇന്ന് രാത്രി നാം ഇരിക്കുമ്പോൾ യുദ്ധം നടക്കുന്നത്. ഇത് തീരത്തില്ല, ഇത് അന്തിമ യുദ്ധത്തിലേക്ക്. ഞാൻ നിന്നെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിക്കും. 6 രാജ്യത്തിൽ കൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ലാസ്റ്റ് വൺ ഉക്രൈൻ. 4 ദിവസം വേണം. അത് ചരിത്രമാണ്. എസെക്കിയേലാ പ്രസംഗിക്കട്ടെ. ഉക്രൈനെ കൂടെ ഞാൻ എവിടെ കൊണ്ടുവരും? എസെക്കിയേൽ 39:1-2. ഞാൻ വടക്കേ അറ്റത്ത് നിന്ന് നിന്നെ പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിലെത്തിക്കും. കരമുയർത്തിയാട്ട്. ഇതിൻ്റെ പേരാ തേർഡ് വേൾഡ് വാർ. ഇനി വാളകത്ത് വന്നാൽ ഇതായിരിക്കും പ്രസംഗിക്കുന്നത്. അത് കഴിയുമ്പോൾ ലോകം അവസാനിക്കത്തില്ല. ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും, കമ്പ്യൂട്ടർ അതുവഴി. വായിക്കാം. വെളിപ്പാട് 13:1-2. കൃത്യം നോട്ട് എഴുതിക്കൊണ്ട് ഇറങ്ങാവൂ. ഇന്ന് രാത്രി എലോൺ മസ്കിനെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ മോൻ വായിച്ച് സഹായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും. അവിടെ നിൽക്കട്ടെ. പെരിയ പോണം. നല്ല ക്ലിയർ ആയിട്ട് ആരും പോകത്തില്ല. വാളകത്തെ കുഞ്ഞുങ്ങളെല്ലാം നല്ല ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളാണ്. മതിലയാടുന്ന ആരുമില്ല. അതുകൊണ്ട് ഒരു വചനം കേട്ടോളൂ. അപ്പോൾ ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ, അപ്പോൾ 10 കൊമ്പ്. ആരാ 10 കൊമ്പ്? കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 2001 ഒരു സംഭവം ഇവിടെ വന്നു. യൂറോപ്യൻ യൂണിയൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യൂറോപ്യൻ യൂണിയനിൽ 12 രാജ്യങ്ങൾ, 27 ടോട്ടൽ രാജ്യങ്ങൾ. 27-നകത്ത് 12 പേരാ വോട്ടവകാശമുള്ളത്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ 12-ൽ 1 ദൈവം വെട്ടി. ദാണ്ടേ വാളകത്ത് സ്കൂളിൽ പോകുന്നവരും അച്ഛന്മാരും കണ്ടാട്ട് പടിയടച്ച് ബ്രിട്ടൻ. അതിൻ്റെ പേരാ ബ്രെക്സിറ്റ്. ദാണ്ട് 12-ൽ 1 പോയി. അതുകൊണ്ടാ ഇന്നത്തെ മലയാളി പിള്ളാർ എവിടെത്തി? ഹലോ, ഞാനിപ്പോൾ ബക്കിംഗ്ഹാം പാലസ്. ഹലോ, ഞാനിപ്പോൾ ലിവർപൂൾ. മമ്മി, ഞാനിപ്പോൾ ലേട്ടണിൻ. ഞാനിപ്പോൾ ഡബ്ലിൻ. ഞാനിപ്പോൾ ബെൽഫാസ്റ്റ്. പണ്ട് നമ്മൾ പൂപടം നോക്കിയിരുന്നതാ. ഇന്ന് അവിടെ പിള്ളേർ എന്നിട്ട് ചിക്കൻ തിന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കർത്താവ് വരുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ദിവസം രാവിലെ വീട്ടിലിരുന്നപ്പോൾ ഒരു നീണ്ട നമ്പറിൽ ഒരു ഫോൺ, സ്വോത്രം, ഒരു ലോക്കൽ ഫോൺ. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു ചോദിച്ചു, സാറിന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ എത്രയോ സ്ഥലത്ത് പോകുന്നതാ, പഴയ പോലെ പെൻ ഡ്രൈവും വർക്ക് ചെയ്യുന്നില്ല, മോനെന്ന് ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ പറഞ്ഞു. സ്വോത്രം. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആറയൂർ CSI സഭയിലെ മെമ്പറാണ്, തിരുവനന്തപുരം. ഞാൻ പറഞ്ഞു 3 വർഷം ഞാൻ സ്ഥിരമായിട്ട് പ്രസംഗിച്ച് പാസ്റ്ററിനെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പം ഞാൻ എവിടെയാണെന്ന് അറിയാമോന്ന്. ഞാൻ പറഞ്ഞു, നീ കാനഡയിലെങ്ങാണ്ടാണെന്ന്. സ്വോത്രം. നമ്പർ എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ നിൽക്കുന്ന മെലീത്ത ദ്വീപിലാണെന്ന്. സന്തോഷമില്ലല്ലോ? പൗലോസ് പോയ മാൾട്ടാദ്വീപിൽ മലയാളി നിൽക്കുന്നെന്ന്. ഇനി കർത്താവ് വരുമോ? അപ്പം ഞാൻ കാണാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ഇല്ലോ. ഞാൻ പറഞ്ഞു, മോനെ വേറെ നമ്പർ തരാം, ആ കടലൊന്ന് കാണിച്ചേക്കായി. അവൻ വേറെ വാട്സപ്പിൽ വിളിച്ച് എന്നെ കടൽ കാണിച്ചു. കടൽ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി എവിടാ ലോകമെന്ന് എനിക്കറിയത്തില്ല, ഇത് അന്ത്യ സ്ഥലത്ത് വരെ ഞാൻ എത്തിയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടം വരെ? MCOM കഴിഞ്ഞ്. ശമ്പളം എങ്ങനെ? അപ്പോൾ പറഞ്ഞു, $ലാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, മോനെ ബൈബിളിലൊരു കാര്യമുണ്ട്, ആ കള്ളം പറഞ്ഞ പോലെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണേ, നിൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചതാ, വല്ല ഓൺലൈനായിട്ട് അയച്ചേക്കണമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞങ്ങളുടെ ആഗ്രഹം. മലയാളി മാൾട്ടാദ്വീപിൽ ചെന്നിട്ട് കടൽ കാണിക്കുന്നതിന് കാലം തീരാറായി, കാന്തൻ വരാറായി. 12-ൽ 1 പോയി. അതാ ഏഷ്യാനെറ്റും വാർത്തകൾ, ചരിത്രം, ബൈബിൾ. 11ആയി ബ്രെക്സിറ്റ്. ഇനി ഒരെണ്ണവും കൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും 10 കൊമ്പ്. സ്വോത്രം. അടുത്തത് ഇന്റർനെറ്റിലേക്കാ പോകുന്നത്. അടുത്ത വാക്ക് 7 തല. വായിച്ചിട്ട് മോനെ. 7 തലയും. 7 തല. ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. 7 തല എവിടെ? ഇറ്റലിയുടെ ടൈബർ നദീ തീരത്ത് ഒരു 7 മലകളുണ്ട്. പുറകെ വായിച്ചു തരും. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻറ്റേൻ, കൊറിയൻ, വിമനൽ, എസ്കലൻ, ജാനിക്കുലൻ. അതിൻ്റെ മേളിൽ ഒരു സിംഹാസനമുണ്ട്, കത്തോലിക്ക സഭയുടെ സിംഹാസനം. ആൻറ്റി ക്രൈസ്റ്റ് കത്തോലിക്ക സഭ അധ്യക്ഷമൊന്നുമില്ല. അത് പറഞ്ഞു 10 കൊമ്പ്, 7
തല. അടുത്തത് വായിച്ചട്ടെ. കൊമ്പുകളിൽ 10 രാജമുടിയും. രാജമുടിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരേകലോക ഭരണ ന്യൂ വേ വേൾഡ് ഓർഡർ, അഥവാ 10 രാജാക്കന്മാർ ചേരും. സഖാവ് പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല, കൂടെ രാജീവുണ്ട്, ബാലഗോപാലുണ്ട്, എൻ്റെ സ്നേഹിത വീണ ജോർജ് ഉണ്ട്, കോട്ടയത്തെ വാസവൻ ചേട്ടനുണ്ട്. അതുപോലെ യൂറോപ്പിനോട് 10 രാജാക്കന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു സംഭവം നടക്കും, ഒരേകലോക ഭരണം. അടുത്ത വാക്ക് മുൻ വായിച്ചട്ടെ. ദൂഷണ നാമങ്ങളുമുള്ള, വായിച്ചോ. തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ ജനത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരും. അതിന്റെ പേരാ ദാണ്ടേ യോഗം കഴിഞ്ഞ് ആർക്ക് വേണേലും ഈ ഇന്റർനെറ്റ് ഇവിടെ ഓടുന്നുണ്ട്. അതിന്റെ പേരാ ഏക ലോക ഭരണം, ന്യൂ വേ വേൾഡ് ഓർഡർ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് മൈക്രോ ചിപ്പുമായി മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. ഏക ലോക ഭരണം പറഞ്ഞത് സജുജ തന്നൂരല്ല, പറഞ്ഞത് ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. G20 ഉച്ചകോടി എവിടെ നടന്നു? ഇന്ത്യയിൽ നടന്നു. എല്ലാ രാജ്യങ്ങളെയും കൂട്ടി. അന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ലോകം ഒരുവന്റെ കയ്യിൽ കൊടുത്തെങ്കിലേ കാര്യം നടക്കത്തോള്. എതിർ ക്രിസ്തുവിന്റെ വരവിന്റെ ചാലുകൾ. അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. പുള്ളിപ്പുലി ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. ഇന്നത്തെ ഇറാൻ, പഴയ സാമ്രാജ്യം, ദാര്യാവേശും കോരശും. വായ്ക്കകത്ത് 3 വാരിയല്ലേ? ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. അടുത്ത വാക്ക് വായ് സിംഹത്തിന്റെ വായ പോലെയുമായിരുന്നു. നിമ്രോദ്, ഇറാഖിലെ നായാട്ടുവീരൻ, പഴയ ബാബേൽ ചക്രവർത്തി. ആ നിമ്രോദ നായാട്ടുവീരൻ, അതാ സിംഹമുഖം. അടുത്തത് മഹാസർപ്പം. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും, മഹാസർപ്പ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി. അതിന് മനോരമ വായിച്ചാൽ മതി. എല്ലാ ദിവസവും ഇസ്രയേലിന്റെ വാർത്ത. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ, ഞാനല്ല മറ്റൊരുവൻ അടുക്ക വാതിൽക്കൽ, അവൻ അടുക്കേ വാതിൽക്കൽ വരും. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. അടുത്ത വാക്ക് അതിന്റെ തലകളിൽ ഒന്ന്. അവിടെ നിൽക്കട്ടെ. എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഭരണത്തിൽ വരും. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഇനി അടുത്ത വാക്ക്. ഈ തല ഏതാ? ആരാ ആദ്യം വരുന്നത്? മോനെന്ന് വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ. വിശുദ്ധ വെളിപ്പാട് 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഞാൻ കണ്ട മൃഗം. വായിച്ചാട്ടെ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. അതുണ്ടായിരുന്ന റോമാ സാമ്രാജ്യം. ഇപ്പോൾ ഇല്ലാത്തതും. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നു. അടുത്ത വാക്ക്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ. വായിച്ചാട്ടെ മക്കളെ. ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ യൂണിയൻ കൺവെൻഷനിൽ ഇരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരോടൊപ്പം കാന്തന്റെ വരവിലെടുക്കപ്പെടും കരമുയർത്തുന്നവർക്കായി. അതാണ് ബൈബിൾ ക്ലിയർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഘോരം ബഹുമാനമാർ, അത് കഴിഞ്ഞ് കർത്താവിൻ്റെ വേലക്കാർ, പാസ്റ്റർമാർ, ഞങ്ങളെല്ലാം ഘോരം പറയും, മക്കളെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണണമെന്ന്. സ്വോത്രം. അവിടുത്തെ 7 മല സമം 7 തല. മോനെടുത്ത് വായിച്ചാട്ടെ. വെളിപ്പാട് 17:8-9 വായിച്ചാട്ടെ. അടുത്ത വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ആ ബുദ്ധി കൊണ്ട് തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മല. അതാ ഇറ്റലിയിൽ ടൈബർ നദി, ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അങ്ങനെയെങ്കിൽ ഒരു ഭരണം ലോകത്തിൽ വരുമോ? ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ദാനിയേൽ 8, 23, 24, 25, പുതിയ നിയമം 27, വെളിപ്പാട് പഴയ നിയമം 27. ദാനിയേൽ വായിക്കാം. അവരുടെ രാജ്യത്വത്തിന്റെ, വായിച്ചാട്ട് മോനെ, അവരുടെ രാജ്യത്വത്തിന്റെ, എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതനുഷ്ഠിക്കുകയും പലരെയും
സകലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിച്ച് കളയുന്ന ഒരു ഭരണാധികാരി വരുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇവിടം തൊട്ട് ഇനി ചിന്ത തുടങ്ങുക. ശ്രദ്ധയോടെ ഇരിക്കണം. ദാനിയേലിന്റെ 7-8 ഉലകത്തിന്റെ ഭരണം. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. അതാ ഉലക ഭരണം, വേൾഡ് ഹിസ്റ്ററി. 1 തലതങ്കം ബാബേൽ, 2 നെഞ്ചും കൈയും ദാര്യാവേശും കോരശും, 3 ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, 4 റോമാലേഖനക്കാർ, റോമിന്റെ ഭരണം ഇരുമ്പ് തൊട. അത് കഴിഞ്ഞ് ഇന്നത്തെ ഭരണം ആ ജനാധിപത്യ ഭരണം, ഇരുമ്പും കളിമണ്ണും തെരഞ്ഞെടുപ്പ്. അത് കഴിയുമ്പോൾ കാലിൻ്റെ 10 കൊമ്പോടുകൂടി 10 കൊമ്പിൻ്റെ മേന്മയോടുകൂടി ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. അതിൻ്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. ഇന്ന് രാത്രി ഇനി കമ്പ്യൂട്ടറിലേക്ക് ഏകലോക ഭരണം. ഇനിയാ നമ്മൾ ശ്രദ്ധയോടെ IT-യിലേക്ക്, ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് പോവാം. ലോകം ഒരുവൻ ഭരിക്കുമോ? സ്വോത്രം. 145 കോടിയുള്ള ഇന്ത്യയെ ഭരിക്കുവാൻ നമ്മുടെ പ്രധാനമന്ത്രി ബുദ്ധിമുട്ടുന്നു. 3.5 കോടി ജനമുള്ള കേരളത്തെ ഭരിക്കുവാൻ നമ്മുടെ മുഖ്യമന്ത്രി ബുദ്ധിമുട്ടുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയെ ഭരിക്കാൻ ബൈഡൻ ബുദ്ധിമുട്ടുന്നു. കാനഡയെ ഭരിക്കാൻ ജസ്റ്റിൻ ട്രൂഡോ ബുദ്ധിമുട്ടുന്നു. UK ഭരിക്കാൻ ഋഷി സുനകും ബുദ്ധിമുട്ടുന്നു. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ എങ്ങനെ ഭരിക്കും? അങ്ങനെ ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു വല വരണം. ഏതാ വല? ചിന്നമ്മാമ കിണറ്റിയിടുന്ന വലയല്ല. ആ വലയുടെ പേര ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞു തരാം. ഇനി ബൈബിള് സയൻസുവാ. ഇന്ന് ഇവിടെ ഒരു ക്യാമറ കുഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ 4 വയറും കയറും ഇല്ലാത്ത കാര്യം. ഇപ്പോൾ ഇവിടെ വാളകത്തുള്ള ഒരു പയ്യൻ അമേരിക്കയിലിരിക്കുക, ന്യൂജേഴ്സി, കേട്ടോണേ. അവൻ പിന്നെ വാളകം ക്രിസ്ത്യൻ യൂണിയൻ കൺവെൻഷൻ അടിച്ചാൽ വാളകത്ത് നടക്കുന്ന കൺവെൻഷൻ അവൻ്റെ മൊബൈലിൽ കാണാം. വയറും വേണ്ട, കയറും വേണ്ട. ആ സംവിധാനമാ ഇവിടെ വന്ന കമ്പ്യൂട്ടർ. ഞാൻ പോകുന്ന എലോൺ മസ്കിലേക്ക്, മൈക്രോചിപ്പിലേക്ക്. എന്താ ഉലകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ വരണം. ബൈബിളിലേക്ക് എന്താ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത? COMPUTER. എല്ലാവരും വചനം മനസ്സിലാക്കണം. എന്താ കമ്പ്യൂട്ടർ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, PSC പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കമ്പ്യൂട്ടറിൻ്റെ 1ാമത്തെ പതിപ്പ് 1945 ഫിലാഡൽഫിയയിലാണ് കമ്പ്യൂട്ടർ വന്നത്. 2 1961 അമേരിക്ക. 3 1971 അമേരിക്ക. 1987 മൂവാറ്റുപുഴയും വാളകത്തും കടകളിൽ ബോർഡിട്ടു. G അല്ല, P ഫോർ പെൻറ്റിയം ഫോർ. ഞെക്കുന്ന കമ്പ്യൂട്ടർ വഴി ഞെക്കിയാൽ ട്രെയിൻ ബുക്ക് ചെയ്യാം, പ്ലെയിൻ ബുക്ക് ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. അന്ന് ആ ബാങ്കിൽ ആദ്യമായിട്ട്, എയർലൈൻ ആദ്യമായിട്ട്, 87 ആദ്യമായിട്ട് ആ P ഫോർ പെൻറ്റിയം ഫോർ വരുന്നത്. അന്തകാലം മുടിഞ്ച് മക്കളെ. ഇപ്പം കമ്പ്യൂട്ടർ എവിടം വരെ എത്തി? 4Gയും 5Gയുമായി. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. കമ്പ്യൂട്ടർ സമം 666. ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങളുടെ ഏത് കമ്പ്യൂട്ടറിനകത്തും കണ്ടോ ഓൺലൈനിൽ ഞാൻ ഇതെല്ലാം തെളിവ് കൊടുക്കാം. 666 ഇറാഖിലെ നിമ്രോദ്. എന്താ കമ്പ്യൂട്ടർ സമം? 666. പറയാം. നമ്മുടെ മലയാളത്തിൽ A1, B2, C3, D4, E5. പക്ഷേ യഹൂദൻ്റെ അക്ഷരമാല തൽമൂദ്. അതിൽ അവസാനത്തെ 6ാമത്തെ അക്ഷരമാണ് W. അതിനാസ്പദമായി നമ്മുടെ കയ്യിൽ സങ്കീർത്തനമുണ്ട്. 119 സങ്കീർത്തനം. അത് കണ്ണമാ. ആലയം എഴുതിയിട്ടുണ്ട്, ഗീമേൽ എഴുതിയിട്ടുണ്ട്, ദാലത്ത് എഴുതിയിട്ടുണ്ട്, മേം എഴുതിയിട്ടുണ്ട്, 6ൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. W. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് കമ്പ്യൂട്ടറിനകത്ത് ഏത് തലത്തിൽ കയറണമെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടോ, ഫേസ്ബുക്കിൽ കയറണോ, യൂട്യൂബിൽ കയറണോ, ട്വിറ്ററിൽ കയറണോ, വാട്സപ്പിൽ കയറണോ, അടിക്കണം www വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ്റെ കയ്യിൽ. തുടങ്ങാൻ കമ്പ്യൂട്ടർ. ഇത് ഇന്ന് രാത്രി ഇൻ്റർനെറ്റിലേക്ക് പോകുന്നത്. എന്താ WWൻ്റെ പ്രത്യേകത? കമ്പ്യൂട്ടർ സമം 666. പറഞ്ഞു തരാം. Aക്ക് 6ഉം Cക്ക് 12ഉം. അത് കഴിഞ്ഞ് Aക്ക് 6ഉം Bക്ക് 12ഉം Cക്ക് 18ഉം കൊടുത്താൽ കമ്പ്യൂട്ടറിൻ്റെ അക്ഷരം C18, O90, M78, P90, U126, T120, E30, R 108 666. കമ്പ്യൂട്ടർ COMPUTER. C18, O90, M78, P90, U126, T120, E30, R108 666. അതാ വേൾഡ് വൈഡ് വെബ്സൈറ്റ്. ഇനി കമ്പ്യൂട്ടറിൻ്റെ തലത്തിലേക്ക് പോകുന്നത് ഇൻ്റർനെറ്റിലേക്കും മൈക്രോചിപ്പിലേക്ക്. ഇന്ന് രാത്രി ലോകം ഒരുവൻ്റെ കയ്യിൽ. കേട്ടോണേ. ഇവിടെ ബാളകത്തൊരു അച്ചായൻ ന്യൂയോർക്കിലായിരിക്കുന്ന നല്ല വീട്. അച്ചായൻ വീട് ബാബു ബ്രദറിനെ ഏൽപ്പിച്ചേക്കുക. ഒരു ദിവസം രാവിലെ അച്ചായൻ വീട്ടിനകത്തൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. കേട്ടോണേ. ആ ക്യാമറ വെച്ചപ്പോൾ രാവിലെ ബാബു ബ്രദർ വീട്ടിൽ ലെറ്റർ എടുക്കാൻ വന്നു. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ക്യാമറ കണ്ടു. ന്യൂജേഴ്സിയിലിരിക്കുന്ന അച്ചായൻ വാളകത്തെ വീട്
വീട് കണ്ടിട്ട് ഫോൺ വിളിക്കുന്നു. ബാബുക്കുട്ടി, മക്കളെ എഴുത്തെടുക്കാനാണോ വന്നത്? വീട് വാളകം, കാണുന്നത് ക്യാമറ, സംസാരിക്കുന്നത് വാട്സപ്പ് വഴി. ഇതെല്ലാം ഒരുവൻ്റെ കയ്യിൽ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം. ഇതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതായിരിക്കുന്ന ചിക്കുമോനും മിക്കുമോനും. സ്വോത്രം, നല്ല കുഞ്ഞുങ്ങൾ. ഇവർക്കിപ്പം 2020 ക്രിക്കറ്റ് കാണാൻ പോകണം മദ്രാസിലാണ്. അമ്മച്ചിയുടെ ആകെ പൈസയില്ല, കോടുമായിട്ട് കാശില്ലായിരിക്കും. പയ്യനാണെ കിണറ്റിൻ്റെ മേളിൽ ഇരിക്കുക. ഇന്നത്തെ പിള്ളേരുടെ കാര്യം പറയണു. ഒന്നേ കിണറ്റിൻ്റെ മേളിൽ, അല്ലെ പാലത്തിൻ്റെ മേളിൽ. അമ്മച്ചിമാരെ ബുദ്ധിമുട്ടിക്കാനിരിക്കുമല്ലോ. സ്വോത്രം. ഉടനെ അമ്മച്ചി സൊല്യൂഷൻ ഉണ്ടാക്കി മൂവാറ്റുപുഴ പോയി 1000 രൂപയ്ക്ക് ലോൺ എടുത്തൊരു മൊബൈൽ, 300 രൂപയ്ക്ക് വോഡാഫോൺ ചാർജ് ചെയ്ത് വാളകത്ത് കടയുടെ മേളിൽ കയറുന്ന ചിക്കുമോനൊരു ഞെക്ക്. WW10 സ്പോർട്സ് ചെന്നൈയിലെ കളി അവൻ്റെ മൊബൈലിൽ കാണുന്നു. വയറും വേണ്ട കയറും വേണ്ട മാമേ. മൂന്നാമത്തെ സംഭവം കേട്ടോണ, കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അതിവേഗത. ഇന്ന് മൂന്നാമത്തെ സംഭവം, ഇവിടെ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. ആ പെങ്കൊച്ചിനെ കിട്ടിയത് കുവൈറ്റുകാരനാണ്. കൊക്കക്കോള കമ്പനി സ്റ്റോർ കീപ്പറാണ്. 3 മാസം കഴിഞ്ഞു. അവൻ ലീവ് കഴിഞ്ഞ് പോയി. പെൺകുട്ടിക്ക് ഒരു ഗർഭധാരണം. കോലഞ്ചേരി ആശുപത്രി പോയി. ഗൈനക്കോളജി ചോദിച്ചു, കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു 1000 കെട്ടിവെക്കാൻ. താഴെ എന്തോ അൾട്രാസൗണ്ട്. മമ്മിയായിട്ട് അവൾ അവിടെ പോയി. അവളെ അവിടെ കിടത്തി. മമ്മിയെ പുറത്ത് നിർത്തി ഗളിവാതിലിൽ കൂടെ. റേഡിയോളജിയുടെ ഒരു ഡോക്ടർ കമ്പ്യൂട്ടർ നോക്കുന്നു. ഒരു റേഡിയോളജിയുടെ ടെക്നീഷ്യൻ അവളെ വയറ്റിൽ കൂടിയിട്ട് സ്കാൻ ഇട്ട് കറക്കുക. മീറ്റർ ഇട്ട് അത് സ്കാനർ ഇട്ട് കറക്കുക. ഉടനെ ചോദിച്ചു, കല്യാണം കഴിഞ്ഞു? ദാണ്ട് വയറ്റിൽ ഒരു ചെറിയ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ലക്ഷണം കാണുന്നു. ആ പെങ്കൊച്ചോട് ചോദിച്ചു, നിൻ്റെ ഭർത്താവ് എവിടെ? പെങ്കൊച്ചു പറഞ്ഞ്, ചേട്ടൻ കുവൈറ്റിലാന്ന്. സ്വോത്രം. ഉടനെ ചോദിച്ചു, വാട്സപ്പ് ഉണ്ടോ? അപ്പോൾ പറഞ്ഞ്, മമ്മിയുടെ മൊബൈലിൽ ഇമെയിൽ ID ഉണ്ടെന്ന് പറഞ്ഞു. സ്വോത്രം. ഉടനെ റേഡിയോളജി ഡോക്ടറിലോട്ട് ഈ ഇമെയിൽ ID കൊടുത്ത് കീ കൂക്കു ഒറ്റക്കുത്ത്. കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ കിടക്കുന്ന പെങ്കൊച്ചിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് കുവൈറ്റിലിരിക്കുന്ന ഭർത്താവ് കണ്ടു. ഇൻ്റർനെറ്റ് ലോകം ഒരുവൻ്റെ കയ്യിൽ. നാലാമത്തെ സംഭവം, അടുത്ത് നിങ്ങൾ കേൾക്കണം. ലോകത്തിലെ അന്ത്യദിനങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നാലാമത്തെ സംഭവം, ഇവിടുന്ന് കൊച്ചി ലിസിയിൽ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി. സ്വോത്രം. ഹാർട്ട് അറ്റാക്കാ. അവിടെ ചെന്നപ്പോൾ കാർഡിയോളജിയുടെ ഒരു ഡോക്ടറെ ഉള്ളായിരുന്നു. ഡോക്ടർ പറഞ്ഞ് സ്റ്റണ്ട് മാറ്റിയിടാം. 84,000. കാർഡിയോളജിയുടെ ഫീസ് 40,000. 2 ദിവസം കിടക്കുന്നത് 20,000. എല്ലാം കൂടെ 1.5 ലക്ഷത്തിൻ്റെ ബജറ്റ്. കൂടെ പോയവർ പറഞ്ഞു, ഡോക്ടറെ ഇപ്പം തന്നെ അവനെ റെഡിയാക്കി മാറ്റിയിടാൻ പറഞ്ഞു. ഡോക്ടർ എന്തോ ഇത് ഇവൻ അനസ്തേഷ്യ കൊടുത്ത് കാർഡിയാക് യൂണിറ്റിൽ കൊണ്ടുപോയി. സ്റ്റണ്ട് മാറ്റാൻ നോക്കിയപ്പോൾ ഒന്നുകൂടെ ബൈ സ്റ്റാൻഡായിട്ട് റേഡിയോളജി നോക്കി. അപ്പോൾ ഒരു ഹാർട്ടിന് കൂടെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ജൂനിയറാണ്, അദ്ദേഹത്തിന് ചെയ്യാൻ ബുദ്ധിമുട്ട്. പെരിയ ഡോക്ടർ എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? പെരിയ ഡോക്ടർ എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? ചെന്നൈയിലിരിക്കുന്നു. ഉടനെ സിസ്റ്ററോട് പറഞ്ഞു, ലൈവ് കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് പോലെ. ചെറുപ്പക്കാരൻ കിടക്കുന്നത് കൊച്ചി ലിസിയിൽ, കാണുന്നത് ചെന്നൈയിൽ. അതിൻ്റെ പേരാ 5G സർജറി. 5G ചെയ്യും. ചെന്നൈയിലെ പെരിയ ഡോക്ടർ കണ്ടു. മൊബൈലിൽ കൂടെ സംസാരിച്ചു. 2 പേരുടെ വോയിസ് ക്ലിപ്പ്. സിസ്റ്ററോടും ഡോക്ടറോടും പറഞ്ഞു, ഇങ്ങനെ സ്റ്റഡ് ഇടണം, ഇങ്ങനെ കുത്തിക്കെട്ടണം, എന്നിട്ട് പ്ലാസ്റ്റർ മടിക്കണം. കണ്ടു. കിടക്കുന്നത് ലിസി, കാണുന്നത് ചെന്നൈ. മൊബൈൽ വഴി സർജറി ഇതാ നടക്കുന്നു. 5G കമ്പ്യൂട്ടർ സർജറിയും. ഉലകം തീരാറായി. ഉലകം ഒരുവൻ്റെ കയ്യിലേക്ക്. ഇനി അടുത്തത്, ബൈബിളിനകത്ത് കമ്പ്യൂട്ടർ ഉണ്ടോ? കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് ടു WWW. 5W ബൈബിളിനകത്ത്. വായിച്ച് സഹായിക്കാൻ മോനെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വാക്യം. ബൈബിൾ റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ. ഞാൻ വരാൻ പോകുന്ന എലോൺ മസ്കിലേക്ക്. വെളിപ്പാട് 13-ന്റെ 3-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ച് സഹായിച്ചേ. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മുറിവിൻ്റെ ഇംഗ്ലീഷാണ് വൂണ്ട്. മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ഒന്നാമത്തെ W, എതിർ ക്രിസ്തു മുറിവേറ്റ സമുദായത്തിൽ നിന്ന്. അടുത്ത വാക്ക് വായിക്കാം. അതിന്റെ തലകൾ. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സകല ഭൂമിയും സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളമാ അതിശയം. അതിന്റെ പേരാ വണ്ടർഫുൾ. അതുകൊണ്ട് ദാനിയേൽ എഴുതിയേക്കുന്ന വാക്യം തൊടാൻ സമയമില്ല. നയബുദ്ധിയാൽ അവൻ കാര്യം സാധിച്ചെടുക്കും. വണ്ടർഫുൾ. അടുത്തത് കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് ടു ബൈബിൾ. അടുത്ത വായിച്ചിട്ട് മോനെ. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ മലയാളം ആരാധന. സാത്താൻ ആരാധന കൊതിയൻ. വർഷിപ്പ്. മൂന്നാമത്തെ W, കമ്പ്യൂട്ടർ ഇൻഡിക്കേറ്റഡ് ടു W. നമ്പർ 1 വൂണ്ട്, നമ്പർ 2 വണ്ടർഫുൾ, നമ്പർ 3 വർഷിപ്പ്. അടുത്തത് മൃഗത്തോട് തുല്യനാർ. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് ഉലകത്തിലെ ഒരു നേതാക്കന്മാർക്ക് ഇവനോട് പൊരുതുവാൻ കഴിയത്തില്ല. അടുത്ത വാക്ക് വമ്പും എന്ന് പറഞ്ഞു. മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു. സാത്താൻ ലോകത്തോട് സംസാരിക്കുന്ന രാത്രി ചിന്തിക്കാൻ പോവുക. അതിൻ്റെ പേരാ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ഗൂഗിൾ. സാത്താൻ ലോകത്തോട് സംസാരിക്കും. അവൻ്റെ ശബ്ദം ലോകം കേൾക്കാൻ പോകുന്നു. പുറകെ ഞാൻ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തു തരാം. അതാ അവൻ്റെ വാക്ക് ലോകം കേൾക്കും. ദാണ്ടെ ഗൂഗിൾ ഇന്ന് മലയാളവും സംസാരിക്കും. ഇപ്പം 4 W ആയി.
ഒന്ന് വൂണ്ട്, രണ്ട് വണ്ടർഫുൾ, ദെൻ വർഷിപ്പ്. ദ ഫോർത്ത് വൺ വേഡ്, വാക്കിന്റെ ഇംഗ്ലീഷ് വേഡ്. അവന്റെ വാക്ക് ലോകം കേൾക്കാൻ പോന്നു. അടുത്തത് വെളിപ്പാട് പുസ്തകം. അടുത്തത് വായിച്ചാട്ട് മോനെ. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. സഭ എടുക്കപ്പെട്ടാൽ 42 മാസം അധികാരം ലഭിച്ചു. അടുത്ത വാക്ക്, അത് ദൈവത്തിന്റെ നാമത്തെയും സാത്താൻ ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ വായ് തുറന്നു. ദൂഷണത്തിനായി വായ് തുറന്നു. വായിച്ചോ മക്കളെ. ദൂഷണത്തിനായി വായ് തുറന്നു. അഞ്ചാമത്തെ W വാളകങ്കാര് പറയണം. ചോക്ലേറ്റിന് കാശ് തരും. അടുത്ത വാക്ക് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. ആ യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആര് പറയും? കരമുയരുന്നില്ലല്ലോ. ശബ്ദം പോയല്ലോ. സ്വോത്രം. ആ ബൈബിൾ വായിക്കാത്ത കുഴപ്പാ. വിശുദ്ധന്മാരുടെ യുദ്ധം വാർ. അപ്പൊ 5 W ആയി. എവിടൊക്കെ അധികാരം? അച്ഛന്മാരെല്ലാം കാണണം, പാസ്റ്റർമാരും കാണണം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല, വായിച്ചാട്ട് മോനെ, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അവന് അധികാരം. എവിടൊക്കെ അധികാരം കിട്ടി മോനെ? സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അവൻ അധികാരം ഉലകം മുഴുവൻ ഒരുവൻ കയ്യിലാക്കും. അതിനാസ്പദമായി ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. കത്തോലിക്കര, കരിസ്മാറ്റിക് കൂട്ട്, പെന്തിക്കോസ് കൺവെൻഷൻ വരെ പ്രസംഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരു മതത്തെയും വിമർശിക്കത്തില്ല. എൻ്റെ ജോലി നിത്യതയുടെ സുവിശേഷമാണ്. അങ്ങനെയെങ്കിൽ ആരും തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ ഉലകം പിടിക്കുന്നു. ദാണ്ട ഇത് കണ്ടോണം. യോഗം കഴിഞ്ഞ് തെളിവ് തരാം. അതുകൊണ്ടാണ് തെളിവ് പ്രസംഗിക്കുന്നത്. ഞാൻ പോയാലും ജോർജ് അച്ഛനെ ആരും കയറി പിടിക്കരുത്. സ്വോത്രം. അതുകൊണ്ടായി തെളിവ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. കൂടെ ഇരിക്കുന്നത് ആരാ? ഇറാഖിലെ ഷിയ നേതാവ്. ബാക്കിയെല്ലാം നിങ്ങൾ കേട്ടോണം. രണ്ടാമത്തെ കാര്യം, കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. കൂടെ ഇരിക്കുന്നതാരാ? മാതാ അമൃതാനന്ദമയി. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. അടുത്തത് കേട്ടണോ. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഇതായിരിക്കുന്നു. തുർക്കിയിലെ ഇമാമുമായിട്ട് നിസ്കാരം. അവിശ്വാസികളുമായി ഇണയില്ല പിണ. മിണ്ടുന്നില്ലല്ലോ. ബാക്കി ബൈബിൾ ഇരിക്കുന്നവരെ മിണ്ടുന്നില്ല. ദാ കിടക്കുന്നു. നിയമം മാറി, കാലം മാറി. അത് കഴിഞ്ഞ് കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. ഇതിൻ്റെ പേര് വത്തിക്കാൻ കോൺക്ലേവ്. അതിനായി തിരുമേനിമാരെ മൊത്തം വിളിക്കുന്ന. ബാക്കി ഞാൻ പറഞ്ഞുതരാം. സിറിൽ മാർ ബസേലിയോസ്, കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. അതിനുശേഷം അടുത്തത് ഗൾഫുകാരെല്ലാം ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി കേട്ടോ, കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ അബുദാബിയിൽ. എല്ലാവരും കേൾക്കണം. രാജകീയ ഊഷ്മളം. ഇതിൻ്റെ പരിപാടിയായിരുന്നു. അമേരിക്കക്കാരനായ ട്രംപിൻ്റെ പണിയായിരുന്നു ഇത്. കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ അബുദാബിയിൽ എത്തിച്ചു. അദ്ദേഹം അവിടെ വന്നിട്ട് പറഞ്ഞത്, അബ്രഹാമിൻ്റെ മക്കൾ ഒരുമിക്കണം കരമുയർത്തുന്നവർക്കായി. ഇതൊക്കെ അന്ത്യകാലം. അബ്രഹാം അക്കോട്. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. സാജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അച്ഛന്മാരെല്ലാം കാണണം. ഒരു കുടക്കീഴിൽ 3 ദേവാലയം അബുദാബിയിൽ. ഒന്ന് ആരാ? ഇസ്ലാമിൻ്റെ മസ്ജിദ്. 2 ക്രൈസ്തവരുടെ ദേവാലയം. 3 യഹൂദൻ്റെ സിനഗോഗെങ്കിൽ ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. ദൈവസഭ എടുക്കപ്പെട്ടാൽ ദീർഘപ്രസംഗം. അതൊക്കെ വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ കയ്യിലിരിക്കുന്നവൻ ഒരു വില്ലുണ്ടായിരുന്നു. അവനൊരു വാളും ജയിപ്പാനുമായി പുറപ്പെട്ടെങ്കിൽ അബുദാബിയിൽ ഒരു കോമ്പൗണ്ടിനകത്ത് 3 ദേവാലയം വന്നെങ്കിൽ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. ഒരേകലോക ഭരണം വന്നാൽ യഹൂദന് വേണ്ടി ഒരു ദൈവാലയം യെരുശലേമിൽ ഉയരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ദേവാലയം ഒരേ സമയം ഭൂമിയിൽ കാണത്തില്ല. യെരുശലേമിനകത്ത് യഹൂദന് വേണ്ടി ഒരാലയം ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ആരാ? പെന്തക്കോസ്ത് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ട സഭയാ മണവാട്ടിയെ ചേർക്കാൻ യേശു വരാറായി. സത്യവചനം കേൾക്കണം. ലോക സംഭവം ഒരുത്തരും പ്രസംഗിക്കത്തില്ല. എന്താ കാര്യം? പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ല. എന്താ കാര്യം? ഇന്ന് 4 കാര്യം നമുക്കറിയാവൂ. 1 ജനനം, 2 അവൻ്റെ ജീവിതം, 3 അവൻ്റെ മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ ഒരു ദൈവവിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം അവൻ മടങ്ങി വരും നമ്മെ ചേർക്കുവാൻ. അതിനുവേണ്ടിയ വാളകത്ത് കൺവെൻഷൻ കർത്താവ് ക്രമീകരിച്ചത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അബുദാബി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിക്കണം 3 ദേവാലയം. അതുകൊണ്ടായി കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഇപ്പോൾ എവിടൊക്കെയാണെന്നറിയാമോ? റൊമേനിയ, ഹംഗറി, ഇറാഖ്, കാനഡ. അത് കഴിഞ്ഞിട്ട് അടുത്തത് കേട്ടോ, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ. ദാണ്ട് മോനെ പടം നല്ലോണം എടുത്തോണം കേട്ട്. ഞാൻ അഡ്രസ്സൊക്കെ തന്നേക്കണം, ഡോളറൊക്കെ അയച്ചു തരാം. ദാ കിടക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. മാർപ്പാപ്പയെ കണ്ടിട്ട് പറയാം, അങ്ങ് യഥാർത്ഥ പിതാവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്.
എല്ലാം തീരാറായ അമ്മമ്മ, എല്ലാം ശരിയാകും. സ്വോത്രം. അടുത്തതൂടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരിക്കുന്നത് ഈ പടം കൂടെ കണ്ടോണേ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും. ദാണ്ടേ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് അച്ഛന്മാർ കണ്ടോണം. ഏകലോക മതം ആരാണ്? മാതാമൃതാനന്ദമയി, അത് കഴിഞ്ഞിട്ട് പ്രകാശാനന്ദ, ഭൂമി പറ്റി ആലഞ്ചേരി പിതാവ്, എല്ലാ പിതാക്കന്മാരും ഉണ്ട് ഇതിനകത്ത്. ഇനി 4 പേര് ഇതിനകത്തില്ല. ഒന്ന് CSI ചെന്നിട്ടില്ല, 2 ഇവാഞ്ചലിക്കൽ ചെന്നിട്ടില്ല, മർത്തോമായി ചെന്നിട്ടില്ല, പെന്തിക്കോസുകാർ ചെന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇതുവരെ ഓഫർ വന്നിട്ടില്ല. സ്വോത്രം. ഞങ്ങൾക്ക് എന്ന് കവർ വരുന്നു ഞങ്ങൾ അവിടെ ചാടും, അന്ന് കർത്താവും വരും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. വളരെ ക്ലിയർ. അതിനൊരു കാര്യം നിങ്ങളോട് പറയാം. ക്ലിയറായി. കൊച്ചിയിലെ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. അച്ഛന്മാർക്ക് ഓർമ്മയുണ്ടോ? പല മതക്കാരും പോയി. അവിടെ 4 പേര് വിട്ടു നിന്നു. എത്ര പേർ കാര്യം മനസ്സിലാവുന്നു? കരമുയരുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊച്ചിയിൽ കോൺക്ലേവ് നടത്തിയാൽ സകല മതങ്ങളെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. അതുകൊണ്ടാണ് ദുബായിലുള്ള കുഞ്ഞുങ്ങൾ, അബുദാബിയിലുള്ള കുഞ്ഞുങ്ങൾ ചോദിക്കണം. കഴിഞ്ഞ ഡിസംബറിൽ ദുബായിൽ ഒരു കോൺഫറൻസ് നടന്നു. ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. 200 രാജ്യക്കാരെ വിളിച്ചു. അത് ലീഡ് ചെയ്യേണ്ടത് കത്തോലിക്ക സഭ പരമാധ്യക്ഷനാണ്. അങ്ങനെയെങ്കിൽ അന്ന് അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നില്ല. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാൻ കാലമായി. സ്വോത്രം. ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് കടക്കാൻ കമ്പ്യൂട്ടറിലേക്ക് 2 കാര്യം പറഞ്ഞ് ഇടവേള എലോൺ മസ്കിലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ ഇനി ഒരു കാര്യം എല്ലാവരും കേൾക്കണം. ആരാ അന്തിക്രിസ്തു? മേലാ സഖാവ് പിണറായി വിജയൻ്റെ പേര് പറയരുത്. അത് കഴിഞ്ഞ് മോഡി സാറുമല്ല. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നമ്മുടെ ബരാക് ഒബാമയല്ല. ആരാദ്യം വരും? ഉൽപ്പത്തി 49:10. ബൈബിൾ പഠിച്ചുകൊണ്ടേ ഇവിടെ ഇറങ്ങാവൂ. ഉൽപ്പത്തി 49:10 ക്ലിയർ ആയിരിക്കണം. സൂക്ഷിച്ചിട്ട് ഉൽപ്പത്തി 49:10 മോനെന്ന് വായിച്ച് സഹായിച്ചിട്ട്. അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അവകാശമുള്ളവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമായി നമ്മുടെ രാജാവ് മടങ്ങി വരും. അപ്പൊ ഇന്ന് രാത്രി വാളകത്താടുകൾ പറയും അത് മുൻകട ബാഞ്ചലിക്കൽ ചെയ്യുന്നല്ലോ. ഈ പോസ്റ്റ് ഡിയിൽ മുൻകടന്ന് ഞങ്ങളുടെ പെന്തിക്കോസുകാരച്ച സന്തോഷമില്ലല്ലോ. സ്വോത്രം. മൊബൈൽ ചേരേണ്ടത്. അതിനകത്ത് ചിലർ പറയാറുണ്ട് ആദ്യം അന്തിക്രിസ്തു വരുമെന്ന്. ഇന്ന് രാത്രി വാളകത്തോട് സജു ചാത്തന്നൂർ പറയുന്നു അന്തിക്രിസ്തു അവൻ്റെ അമ്മായിയപ്പനുമല്ല ഇവിടെ വരുന്നത്, തൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ക്ലിയർ. ദാണ്ടേ അത് അവകാശമുള്ളവൻ. അത് കഴിഞ്ഞ് അന്തിക്രിസ്തു ആര്? നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കുറ്റം പറയുന്നത്. മോൻ എന്ന് വായിച്ചാട്ട് ഉൽപ്പത്തി 49:17 ആന്റി ക്രൈസ്റ്റ് ആരാന്ന് ഇപ്പൊ എഴുതിക്കോണം. വായിച്ചാട്ടെ. സിറിയാക്കാരൻ. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. യവനാ അന്തിക്രിസ്തു. റൂട്ടഡ് സിറിയ, കം ടു ഇറാഖ്, ഫോർവേഡഡ് ടു ഇറാൻ, ഇൻ എ സപ്പോർട്ട് ഓഫ് ഗ്രീസ്. യൂറോപ്പ് ഭരണത്തിൽ വരും എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ. അന്തിക്രിസ്തു ഇവിടുത്തെ ഭരണാധികാരികളല്ല, സിറിയാക്കാരൻ. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു വന്നാൽ 2 കാര്യം ചെയ്യും ഇടവേളയിലേക്ക്. 1, അവൻ സകലരെയും ഇന്റർനെറ്റ് വഴി കാണും. 2, അവൻ്റെ ശബ്ദം ഉലകം കേൾക്കാൻ പോകുന്നു. വായിക്കാൻ ദാനിയേൽ പ്രവചനം. ഇനിയല്ല സയൻസാ, കമ്പ്യൂട്ടറാ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. രാത്രി ദർശനത്തിൽ മോൻ വായിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. മൃഗം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ഹേരോദാവ്. പിന്നെ ഹേരോദാവിനെ യേശു വിളിച്ച കുറുക്കനെന്ന്. അവൻ കോഴിക്കോട് അടിച്ചു ചേർക്കാൻ വന്നതല്ല. അവന്റെ സ്വഭാവം കൊണ്ട് മൃഗത്തെ ഭരണാധികാരി എന്ന് വിളിച്ചു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണങ്ങളെല്ലാം അവൻ കാൽ കൊണ്ട് ചവിട്ടിക്കളയും. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഹിറ്റ്ലർ, മുസോളിനി, ഇവിടുത്തെ സകല ഭരണാധികാരികളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളത്. പഠിച്ചുകൊണ്ട് ഇറങ്ങാവും. ഇത് പ്രവചനമാണ്. അടുത്ത വാക്ക്. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. കിടക്കുന്ന അപ്പം ദാനിയേലിനകത്തും 10 കൊമ്പ്, വെളിപ്പാടിനകത്തും 10 കൊമ്പ്. ഇനി കരമുയർത്തണം. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് യൂറോപ്പ് എന്തുവാ, അമേരിക്ക എന്തുവാന്നറിയാതെ ബാബേലിന്റെ പ്രവാസത്തിൽ കടന്ന പ്രിയ പുരുഷൻ കരമുയർത്തി പറഞ്ഞു യൂറോപ്പിന്റെ അകമ്പടിയോടുകൂടി ഒരു ഭരണം വരും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വോത്രം.
എല്ലാം ഇതിനകത്തുണ്ട്. എലോൺ മസ്കിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അത് വായിച്ചാട്ട് മോനെ. അടുത്തത്, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഇതിന്റെ പേരാ എതിർ ക്രിസ്തു, ലോകഭരണം മുഴുവൻ. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോടെ പറഞ്ഞുപോയി. ഏതാ 3 കൊമ്പിനെ പറിക്കും? 1 രാജാധിപത്യം, ഗൾഫ് രാജ്യങ്ങൾ. 2 ജനാധിപത്യം. 3 ഏകാധിപതികൾ. പറയാം, 3നെ തകർക്കണമെങ്കിൽ ഇവിടെ ഒരു സംഭവം വരും. അതിൻ്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയർത്തിയാട്ട് മക്കളെ, ഇനി വരാൻ പോകുന്ന സാമ്പത്തിക മാന്ദ്യം. അമേരിക്കയ്ക്ക് രക്ഷയില്ല, കാനഡയ്ക്ക് രക്ഷയില്ല, കേരളത്തിന് രക്ഷയില്ലാതിരിക്കുമ്പോൾ ലോക ഭരണാധികാരികൾ പറയും ഒരുവൻ്റെ കയ്യിൽ ഭരണം കൊടുക്കാൻ കാർപ്പറ്റ്. ഇന്ന് രാത്രി കേൾക്കണം, ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സാർ അബുദാബിയിൽ വന്നു. 7000 കോടിക്കൊരു അമ്പലം ഉദ്ഘാടനം ചെയ്തു, മന്ദിർ. ഇന്ന് രാത്രി അവിടെ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചൊരു വാക്ക് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ഓൺലൈനിൽ കിടപ്പുണ്ട്. ഭായിയോ ബഹനോ, യേ സുന്ന മങ്ത अभी अपना दुनिया शांति और समाधान के लिए एक आदमी के हाथ में हुकूमत देगा, दुनिया अच्छा चलाएगा, बरकत हो जाएगा. പറഞ്ഞ സജു ചാത്തന്നൂരല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ പറഞ്ഞു, ശാന്തിയും സമാധാനവും എല്ലാം വേണമെങ്കിൽ ഇനി ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുക്കണം. ക്ലിയർ ആയില്ലയോ മക്കളെ? ഇതൊക്കെ അങ്ങോട്ട് കേൾക്കണം വാർത്താ ചാനലിനകത്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഏകാധിപതികൾ. 1 രാജാധിപത്യം, ഗൾഫ്. ഇന്നിവിടെ ജനാധിപത്യം. ഏകാധിപതികൾ ഉണ്ടോ? റഷ്യയുടെ പ്രസിഡന്റ് പേര് വ്ളാഡിമിർ പുടിൻ, പുള്ളി ഏകാധിപതി. പിന്നെ അമ്മച്ചിമാർ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന ചൈനയുടെ കിങ് ജോങ്, അവനും ഏകാധിപതി. അത് കഴിഞ്ഞിട്ട് ചൈനയുടെ പിന്നെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. അത് കഴിഞ്ഞിട്ട് എത്രയോ ഭരണാധികാരികൾ ഏകാധിപതി. ആരെങ്കിലും കസേര വിടുവോ? വിടത്തില്ല. മോഡി സാർ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു. ആ സമയത്ത് പറഞ്ഞതാ, ആനേവാല ചുനാവോമേ പിറം കടാവോയക. കര ഉയരുന്നില്ലല്ലോ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാനാണ്. സ്വോത്രം. നിങ്ങളെല്ലാം മാറി നിൽക്കാൻ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം, അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്ന പോലെ കാര്യം. ബൈബിളിലൊരു വാക്യമുണ്ട്, അമ്മാമ്മ, തിമത്തിയോസ് 2:3. വീട്ടിൽ ചെന്ന് വായിക്കണം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അപ്പനെ അമ്മയെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ, അജിതേന്ദ്രന്മാരും ഇണയില്ലാപ്പണ കൂടുന്നവർ. അതുകൊണ്ടാണ് ഇന്നത്തെ കൊച്ചുങ്ങളുടെ കുഴപ്പമില്ല. റൈറ്റ് പറഞ്ഞാൽ അവൻ ലെഫ്റ്റ് പോവും, ലെഫ്റ്റ് പറഞ്ഞാൽ റൈറ്റ് പോവും. ബൈബിളിൽ എഴുതിയിട്ടുണ്ട് തിമത്തിയോസ്. സ്വോത്രം. അതുകൊണ്ട് അതിൻ്റെ താഴെ ഒരു വാക്കുണ്ട്, ഉഗ്രന്മാർ. കരമുയർത്തിയാട്ടെ. ലോകത്തിലെ ഭരണാധികാരികൾ ഉഗ്രന്മാരാവും. അങ്ങനെയെങ്കിൽ അവരെങ്ങനെ മനുഷ്യനെ കാണും? ഇനിയാ ആൻറ്റി ക്രൈസ്റ്റ് മനുഷ്യനെ നോക്കും കമ്പ്യൂട്ടർ വഴി. അടുത്ത വാക്ക് മോൻ വായിച്ച് സഹായിക്കാം. എലോൺ മസ്കിലേക്ക് പോവാം. വായിക്കാം. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണും. അവിടെ നിൽക്കട്ടെ മോനെ, പുൽസോപ്പെടണം. ഇടവേളയ്ക്ക് പോകാൻ പോവാ. മനുഷ്യൻ്റെ കണ്ണ് പോലെ കണ്ണും. അതിൻ്റെ ആഗ്രഹമാ. ഇന്ന് നമ്മുടെ മൊബൈലെല്ലാം 4Gയും 5G ആയി. കരം ഉയരുന്നില്ലല്ലോ. അപ്പം മൊബൈലിനകത്ത് ക്യാമറയായില്ലേ? സഹോദരന്മാരുടെ മൊബൈലിൽ കുഴപ്പമില്ല, 2 ക്യാമറയേ ഉള്ളൂ. ചേച്ചിമാരുടെ മൊബൈലിൽ 4 ക്യാമറയാണ്. ദാവീദ് വീട്ടിൽ ഇറങ്ങി കറക്കി ഊര്യാവിൻ്റെ ഭാര്യയെ പിടിച്ചോളുള്ള ക്യാമറയുടെ മൊബൈലാണ് സഹോദരിമാരുടെ കയ്യിൽ. സ്വോത്രം. കടയിൽ ചെന്നാൽ ഉടനെ പറയും, മോനെ 4 എടുത്തു തരാം. സ്വോത്രം. അങ്ങനെ പറഞ്ഞ് ആരെയും കുറ്റം പറയുന്നതല്ല. സ്വോത്രം. അന്ന് മനുഷ്യനെ കാണും. ഇന്ന് അങ്ങനെ കാണുന്നില്ലേ? ഇനിയുള്ള കാര്യം സയൻസാണ്. കേട്ടോണേ. പണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കോ യൂട്യൂബോ ഉണ്ടോ? ഇന്ന് നമ്മൾ തങ്ങളിൽ കാണാം. 1 ഫേസ്ബുക്ക്, 2 മെസ്സഞ്ചർ കാൾ, 3 വാട്സപ്പ് കാൾ, 4 IMO, 5 ബോട്ടിയും. ഇതൊക്കെ വന്നില്ലയോ മക്കളെ? സ്തോത്രം. അതിനോടനുബന്ധിച്ച് ആ കോവിഡ് പറയാം. പണ്ട് വാളകത്തെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ഞങ്ങളുടെ ജോർജ് അച്ഛൻ നടന്നു പോകുമ്പോൾ അപ്പച്ചൻ ഒരു ഫോൺ ചേക്കുണ്ട് ദുബായിലേക്ക്. മോൻ ജോസ്, മരുമകൾ ജോസ്മി. ഹലോ ജോസ് മോനാന്നോ? ജോലി കഴിഞ്ഞ് വന്നോ? എന്താ കഴിച്ചത്? കൂട്ടി കിടക്കുന്ന പട്ടിയും കൂടെ കുറയില്ല. സ്വോത്രം. 4 വീട്ടുകാരും കേൾക്കും. ഇന്ന് അന്തക്കാലം മുടിഞ്ഞാച്ച് ഇൻ്റർനെറ്റിലേക്കാണ് പോകുന്നത്. വൈകിട്ട് ഞങ്ങളുടെ തോമാച്ചാനും ചിന്നമ്മാമയും 14 ഇഞ്ച് ലാപ്ടോപ്പ് എടുക്കും. ഭിത്തിയിൽ ഒരുത്തനെ വെച്ചിട്ടുണ്ട്. മോഡം കീക്കി കൂക്കു ഡൺ ദുബായിലേക്ക് ചെല്ലുമ്പോൾ കരാമയിരിക്കുന്ന മോളും മരുമോനും ടേബിളിനകത്ത്. മോനോട് ദാണ്ട് കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്ന പോലെ ചെവി ഇയർഫോൺ ഇട്ടിട്ട് അച്ചായ ലജ്ജാവതി കേൾക്കുന്ന പോലെ പതിയെ ആൾക്കാർ പോലും കേൾക്കില്ല. മോനെ ജോലി കഴിഞ്ഞ് വന്നു. ഉടനെ പറയും ജോസ് പറഞ്ഞു വന്നു. അന്നേരം അമ്മാമ്മ പുറകെ കൂടെ ഞോണ്ട്, മരുമോൾ എന്ത് ചെയ്ത് ചോദിച്ചു നിങ്ങൾ? സ്വോത്രം. നമ്മുടെ അമ്മച്ചിമാർ പറയുന്ന പോലെ. ഉടനെ പറയും ജോസ്മി എന്ത്? ദാണ്ട് അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഉടനെ കാര്യങ്ങൾ ചോദിച്ചിട്ട് മോനോട് ചോദിക്കും, മോനെ ടുഡേ സ്പെഷ്യൽ എന്തുവാ? ഉടനെ അവൻ പറയും, ഞങ്ങൾ കെൻഡക്കി ഫ്രൈഡ് ചിക്കനും കോക്കക്കോളയും മേടിച്ചിട്ടുണ്ടത്. അത് പറയണ്ട, ടേബിളിൽ കൂടെ കാണാം. ഉടനെ അപ്പച്ചനും അമ്മച്ചി വളർത്ത. അപ്പച്ചനും അമ്മച്ചിയോട് ചോദിക്കും, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ സ്പെഷ്യൽ എന്തോ? അപ്പച്ചൻ പറയും, ഷുഗറൊക്കെ ഇച്ചിരി കൂടുതലാണ്, ഞങ്ങളിപ്പോൾ ഞുറുക്ക് ഗോതമ്പ് കണ്ണിമാങ്ങയാണ് കഴിക്കുന്നത്.
ഇരിക്കുന്നതെന്ന്. സന്തോഷമില്ലല്ലോ? ടേബിളിനകത്ത് കാണും, കര ഉയരുന്നില്ലല്ലോ. സ്വത്രം. അതാ ഈ കോവിഡ് എല്ലാവരെയും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. എന്താ കമ്പ്യൂട്ടർ? ദാണ്ട് ഈ കുഞ്ഞുങ്ങൾ, ഇന്ന് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ സ്കൂൾ അടച്ചപ്പം അമ്മച്ചിമാർ മൊബൈൽ കൊടുത്തു. കുഞ്ഞുങ്ങൾ ഏതൊക്കെ ആപ്പ്? ഫേസ് ആപ്പ്, ഗൂഗിൾ ആപ്പ്, സൂം ആപ്പ്. ഇന്ന് പിള്ളേർക്കറിയാത്ത ആപ്പൊന്നുമില്ല. മര്യാദയ്ക്ക് ഇന്നലെ അപ്പനെയും അമ്മയും കൂടെ അവരെ ആപ്പിലാക്കി. സന്തോഷമില്ലല്ലോ? അവർ മന്നന്മാരായി. അടുത്തത് இந்த நாட்களிலே நான் உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறது. கன்னியாகுமரி குமரி மாவட்டத்தில் போய் அருமையான ஊழியக்கார் போதகர் அந்த நாட்களில் யோகம் முடிவாது ஒரு വീട്ടുക്കുള്ള പോയി. അവിടുത്തെ അപ്പച്ചൻ വലിയൊരു പെരിയ പാസ്റ്റർ, 85 വയസ്സുണ്ട്. ഞാൻ പ്രസംഗിച്ച് വളരെ സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് അവിടെ സൗരന്മാരോട് പറഞ്ഞ് കൈയൊക്കെ പറിക്കുന്ന 2 ഗ്ലാസ് കട്ട ഇടാൻ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തങ്കച്ചൻ വെച്ചാൽ ഈ 85 വയസ്സുള്ള അച്ചായി ഞാൻ ലാപ്ടോപ്പ് ഇട്ട് ഞെക്കുന്ന. സ്വത്രം. മത്തിത്തല പിടിച്ചാൽ കൈ വിറയ്ക്കുന്ന അപ്പച്ചൻ ഇട്ട് ലാപ്ടോപ്പ് ഞെക്കുന്ന രാത്രി. സ്വത്രം. എനിക്കൊരു സംശയം, ഈ അപ്പച്ചൻ എന്തോ ഞെക്കുന്നു. ഞാൻ അപ്പച്ചനോട് ചോദിച്ച്, മല്ലിയില കണ്ട അവിടുത്തെ എവിടുന്ന് വന്നെന്ന് ചോദിക്കുന്ന ആളാണ് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, ഇതെങ്ങനെ പഠിച്ച അപ്പച്ച? കോവിഡ് ആയിരുന്നു, ഓൺലൈനിൽ സൂം കൊടുക്കാൻ കുഞ്ഞുങ്ങൾ മേടിച്ചെന്ന് ഞാനിതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുവാന്ന് എല്ലാം പഠിച്ചു. ഞാൻ ചോദിച്ചു, 10:30 മണിക്ക് ആരെയാണ് ചാറ്റ് ചെയ്യുന്നത്? മോൻ്റെ മോളെ UK നേഴ്സാണ് പക്ഷേ അവൾ വല്ലപ്പോഴും പടി അയച്ചു തരും, അവളുമായിട്ടൊന്ന് ചാറ്റ് ചെയ്യാന്ന്. 85 വയസ്സുള്ള അപ്പച്ചൻ മത്തിത്തല എന്നാ കൈവിറയ്ക്കുന്ന അപ്പച്ചൻ രാത്രി 10:30 മണിക്ക് കീക്കി കൂക്കു അടിക്കുന്നു UK ആയിട്ട്. സ്വത്രം. കണ്ടില്ലേ? അങ്ങനെ കോവിഡിൻ്റെ മറവിൽ നമ്മുടെ ഡേറ്റയെല്ലാം ഒരുവൻ്റെ കയ്യിൽ പോയി. വാക്സിൻ്റെ മറവിൽ ഒരേകലോക ഭരണം വന്നാൽ, സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ വന്നാൽ, താമസമിന നിങ്ങൾ ഇന്ന് IMOയും ബോട്ട് ടീമും വാട്സപ്പും മെസ്സഞ്ചറിൽ കൂടി തങ്ങളിൽ കാണുന്നത് പോലെ സാത്താൻ ഉലകത്തെ കാണും. ഇൻ്റർനെറ്റ് സിസ്റ്റം അവൻ്റെ കരങ്ങളിൽ വരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ്റെ കണ്ണ് ഞങ്ങളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ ഞങ്ങളെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. വാളകമേ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. ഇന്ന് രാത്രി കരമുയർത്തി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ. നാഴിക വന്നതുകൊണ്ട് ഈ രാത്രി ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തു പോയി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. രണ്ടാമത്തെ സയൻസ് ഇടവേളയിലേക്ക് പോകാൻ. ഇനി മസ്കിന്റെ ചുപ്പൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി, ബാക്കി മറ്റൊരിക്കൽ. വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഇതൂടെ കേട്ട ഇടവേള. എന്താ സാത്താൻ ലോകത്തോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ എറണാകുളം ഇവിടുത്തെ MP ചെറുപ്പക്കാരൻ ഹൈബി ഈഡൻ കോവിഡ് കാലത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നോ? അദ്ദേഹം മൊബൈലിൽ കൂടെ വിളിച്ചു, ഞാൻ ഹൈബി ഈഡൻ വോട്ടവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തുക. 2 കേട്ടോണേ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ 8 കോടി പേര് കേട്ട് മൻ കി ബാത്ത് 100ാമത്തെ എപ്പിസോഡ് BSNL സോഫ്റ്റ്വെയർ. 3 നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഒരു കാര്യം ചെയ്തു. ഓണക്കാലത്ത് നിങ്ങളുടെ മൊബൈലെടുത്ത് 04713300 ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാളകത്തിരുന്ന നാരായണൻ ചേട്ടൻ മൊബൈലിൽ കേട്ട് ഓണാശംസ നേരുന്നു. നാരായണൻ ചേട്ടൻ മുഖ്യമന്ത്രിക്കും അറിയത്തില്ല, മുഖ്യമന്ത്രിക്ക് നാരായണൻ ചേട്ടനെ അറിയത്തില്ല. സ്വത്രം. എങ്ങനെ സംസാരിച്ചു? ക്ലിയർ ആയില്ലയോ? അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ദാണ്ടേ ഇന്ത്യക്കാരനാ സുന്ദർപ്പിച്ച ഗൂഗിൾ. ഈ ഗൂഗിൾ പണ്ടേ തൃപ്പൂണിത്തറ വന്ന് കോലഞ്ചേരി പോയി വഴി തട്ടുകട ചോദിക്കണം. എന്ത് ചോദിക്കണോ? കീക്കി കൂക്കു ഒറ്റയടി. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്, ഒരു മിനിറ്റ് കടമെടുത്താൽ മമ്മിക്ക് ഒരു പുണ്ണാക്കും അറിയത്തില്ല, ഞാൻ ഗൂഗിളിനോട് ചാറ്റ് GPTയോടും ചോദിക്കാമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വത്രം. പിള്ളേർ കൈക്കലാക്കി. എത്ര നല്ല അങ്കിളാ ചേച്ചി. മോനെ 800 രൂപ വീട്ടിൽ വരുന്ന പണിക്കാരിക്ക് ഹോർലിക്സ് ഇട്ട് കൊടുത്താലും അവർക്ക് സന്തോഷമില്ല. പക്ഷേ 300 രൂപ കൊടുത്താൽ എല്ലാം ശരിയാകും. ആവശ്യമില്ലാതെ ഗൂഗിളിനോട് കളിക്കാൻ പോലും പെരുവഴിയാക്കി തരും. സ്വത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ച കടുപിണ്ട് പിടിച്ച ഗൂഗിൾ ഇതൊരുവൻ ഏറ്റെടുക്കാൻ പോന്നു. ഇനിയുള്ള സയൻസ് നിങ്ങൾ കേൾക്കണം. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പർവ്വതനിര മെഗിദോ താഴ്വര, അവിടെ 9Gയിലേക്കാ ലോകം പോകുന്ന ഇൻ്റർനെറ്റ് അതോടുകൂടി തീരും. അവിടെ വരെ പ്രസംഗിക്കാൻ സമയമില്ല. ഇനി വാളകത്താരങ്ങൾ വിളിക്കുമ്പോൾ ബാക്കി പറയും. അങ്ങനെയെങ്കിൽ ഇസ്രയേലിൻ്റെ മെഗിദോ താഴ്വര, അവിടെ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ ഒരു തുടക്കം പറയാം. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്ന് കേൾക്കണം വാളകത്തുകാർ. അന്ന് അദ്ദേഹം സംസാരിച്ചത് ഹിന്ദിയിലാണ്. ഒരു മലയാളി ചെറുപ്പക്കാരൻ മൈക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ട്രാൻസ്ലേഷൻ വേണ്ട,
മോഡി ഹിന്ദിയിൽ പറഞ്ഞത് മലയാളത്തിലേക്ക് തൃശ്ശൂർ കേട്ടു. പത്രം വായിച്ച എത്ര പേരുണ്ട്? ഇതൊക്കെ വായിക്കണം അമ്മമ്മേ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ വാളകത്തുകാർ സ്വപ്നയുടെ സ്വർണവും നോക്കിക്കൊണ്ടിരിക്കുക. ഒരു തരി നിങ്ങൾക്ക് കിട്ടത്തില്ല. സ്വോത്രം. ഞാൻ ആഴ്ച 4 ദിവസം തിരുവനന്തപുരത്തുള്ളത് കേരളത്തിലെ എല്ലാ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ പ്രസംഗവും കേൾക്കുന്നത്. ഇവിടെ സമരം ഉണ്ടാക്കിയപ്പോഴേ അവർ പറഞ്ഞു, പാസ്റ്റർ ഒരു പുണ്ണാക്കും നടക്കത്തില്ലെന്ന്. സ്വോത്രം. ദാണ്ട് നമ്മുടെ സ്വപ്ന ഇവിടെ ബാംഗ്ലൂരിൽ ഇരുന്ന് നല്ല അൽഫഹാം തിന്നുന്നു, പിണറായി കേരള യാത്ര നടത്തുന്നു. വടക്കിന് പോയ വാളകത്തുകാരൻ അടി കെട്ടിയത് മിച്ചം. സ്വോത്രം. ഒരു പുണ്ണാക്കും നടക്കത്തില്ല. ഇത്രയും സ്റ്റേജിൽ പറയാൻ പറ്റൂ. ബാക്കി കഴിഞ്ഞ ദിവസം ഞാൻ ഡാക്ടറേറ്റ് ബിരുദവും കൂടെ നേടിയ ആളാണ്. കഴിഞ്ഞ ദിവസം ആരാണ്ട് മുഖ്യമന്ത്രിയുടെ മോൻ അന്വേഷണം കണ്ടപ്പോൾ എന്നെ വിളിച്ചു. മുഖ്യമന്ത്രി ഉടനെ അങ്ങോട്ട് താഴെ വീടുവന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ തലങ്ങളെയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. സ്വോത്രം. ലാവലും കേസ് 39 പ്രാവശ്യം മാറ്റിയിട്ട് ഇവിടെ ഒന്നും നടന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ മോക്ക് പുണ്ണാക്ക് വരുന്ന ഇവരെല്ലാം ഒന്നാ. നിങ്ങൾ ഇതൊക്കെ നോക്കാതെ യേശുവിനെ നോക്ക്, അവൻ വരാറായി. സ്വോത്രം. രാഷ്ട്രീയക്കാർ കേട്ടാലും കുഴപ്പമില്ല. സ്വോത്രം. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സ്വോത്രം. ഞാനും കൊട്ടിപ്പിടിച്ചവനെ. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് തൃശ്ശൂർ വന്നപ്പോൾ ഒരു മലയാളി പയ്യൻ കമ്പ്യൂട്ടർ വെച്ച് വോയിസ് മാറ്റി. അങ്ങനെയെങ്കിൽ ഇസ്രയേലിൻ്റെ താഴ്വരയിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു, വോയിസ് ട്രാൻസ്ലേറ്റർ. കേട്ടോണം, ഇന്ന് 600 ഭാഷകളിൽ അത് കൺവേർഷൻ നടത്തി. അതിൻ്റെ ഒരു കാര്യം ഇനി കരമുയർത്തണം. ജോയിസ് മേയർ കേട്ട വല്ലവരും ഉണ്ടോ? ടെലിവിഷനകത്ത് പ്രസംഗിക്കുന്നത്. ആ ചേച്ചി കേരളത്തിൽ വന്നിട്ടില്ല, പക്ഷേ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ ഇന്ന് ലോകം മുഴുവൻ മലയാളത്തിൽ ഓരോ ഭാഷകളിൽ കൊടുക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ ഗൂഗിൾ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ടെക്നോളജി എതിർ ക്രിസ്തു ഏറ്റെടുത്താൽ അവൻ മെഗിദോ താഴ്വരയിൽ നിന്ന് സകലരോട് സംസാരിക്കുന്ന കാലം വരാറായി. കേൾക്കണം. പണ്ട് വാളകത്ത് മേക്കടമ്പിൽ റേഡിയോ പാർക്ക് ഉണ്ടായിരുന്നു. 5:30 ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് അപ്പച്ചമാർ തുറക്ക്. 7:30 രാമചന്ദ്രന്റെ വാർത്ത പൂട്ടിയിട്ട് സ്ഥലം വിടുന്നത് പോലെ അന്ത്യകാലത്ത് സാത്താൻ ലോകത്തോട് സംസാരിക്കും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവന്റെ ശബ്ദം ഗൂഗിൾ വഴി ഞങ്ങളുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങും. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. വാളകമേ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ. കരമുയർത്തിയാട്ടെ. പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ഇടവേളയിലേക്ക് പോവുക. ഇവിടെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് എന്തോ എന്നറിയാം, ഇന്ത്യ ഗവൺമെൻറ് ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്, പോളിയോ വാക്സിൻ. കണ്ടുപിടിച്ച ഇസ്രായേലുകാരനാണ്, ജോൺ ലിറ്റിൽ വാക്സിൻ എന്നാണ് അവൻ്റെ പേര്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊരു വാക്സിൻ. നമ്മുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞ് കാല് മുടന്തി കിടക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിന് വന്ന ഒരു പോളിയോ ഉണ്ട്. അതിൻ്റെ പേരാ പാപം. കരമുയർത്തിയാട്ടെ. പാപത്തിന് വാക്സിൻ ഉണ്ടോ? പാപത്തിന് റേഡിയോ തെറാപ്പി ഉണ്ടോ? പാപത്തിന് കീമോതെറാപ്പി ഉണ്ടോ? കോലഞ്ചേരി മെഡിക്കൽ മെസ്സിൽ ചെന്നിട്ട് ഡോക്ടറോട് പറയാം, പാപത്തിന് എനിക്ക് ആൻറ്റിബയോട്ടിക് തരാൻ പറഞ്ഞ് അദ്ദേഹം പുറത്താക്ക്. എന്നാൽ വാളകം യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങളൊരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു. ആ വാക്സിൻ അത്രേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്ത ശകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മക്കളെ, നെഞ്ചു കീറിയ പ്രസംഗിക്കാൻ എനിക്ക് തീരെ വയ്യ. എങ്കിലും ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്നവർ വന്നിട്ടേ പോകാവൂ. ഡോക്ടർ എന്നോട് പറഞ്ഞ് കുഴഞ്ഞ് വീടുവന്ന സ്വോത്ര 2 ഗുളികയും കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ആഗ്രഹം 1000 കടയല്ല. നിങ്ങളൊരു കാര്യം കേൾക്കണം, 2 മിനിറ്റ് ഇരുന്നാലും. കാസർഗോഡ് പെരിയെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. തങ്കച്ചനച്ഛനും ജോർജ് അച്ഛനും കേൾക്കണം. അവിടെയൊക്കെ ഞാൻ പോവുക. കരിവേടകം, ബന്തടുക്ക, നീലേശ്വരം, ഉപ്പള, പാണത്തൂർ. ആരെങ്കിലും പോവുമോ? 50 പേരെ കാണത്തുള്ളൂ. പക്ഷേ മുട്ടുമടക്കി കരയും അച്ഛാ അവർ. അവിടെ പോയി പ്രസംഗിക്കപ്പെടാൻ നമുക്ക് സന്തോഷം. എല്ലാവരും സഹകരിക്കും. ഞാൻ പെരിയ ശരത്ലാലും കൃപേഷനെയും കൊന്ന സ്ഥലമാണ്. ഇന്ന് രാത്രി ഇവിടുത്തെ ചാനലുകാർ കാണിക്കുന്നില്ല, 40 പോലീസുകാർ അവിടെ കിടക്കുക വണ്ടിക്കകത്ത്. അവിടെ ഒരു യോഗം എത്ര ദിവസം കൊണ്ട് ശ്രമിച്ചു, ഒരു കുഞ്ഞുങ്ങളും അനുമതി കൊടുക്കത്തില്ല. അവിടുത്തെ SP അവസാനം അവിടുത്തെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററിന് റേഞ്ച് ചെയ്യാട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ വളരെ സ്നേഹിതനാണ്, ബ്രദറുകാരനാണ്. ഞാൻ പുള്ളിയോട് ഒന്ന് പറഞ്ഞു, സാറേ
ആ പെരിയയിൽ ഒരു യോഗത്തിന് ഒരു അനുമതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ആരാ അവിടെ പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനാ പ്രസംഗിക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പുള്ളി പറഞ്ഞു ഞങ്ങൾ പെരിയ യോഗത്തിന് പോയി. അവർ 200 കസേര ഒരുക്കിയോളം ഒരു ചീനി വളയ, നല്ല സ്ഥലമൊന്നുമല്ല, 200 കസേര. ഞാൻ ഈ മർത്തോമായിലും CSIയിലും ഇവാഞ്ചലിക്കലും പ്രസംഗിക്കുന്നുണ്ട്. അവരെല്ലാ യോഗത്തിനും വന്നു. ആദ്യത്തെ ദിവസം 300ആയി, രണ്ടാമത്തെ ദിവസം 400ആയി, കസേരയില്ല. 5-ാമത്തെ ദിവസം ഹിന്ദുക്കൾ സഹിതം അന്ത്യകാലം കേൾക്കാൻ വന്നു. റോഡിൽ നിൽക്കുക. രാത്രിയിൽ ഇവിടെ എന്തൊരു സൗകര്യം. ഇവിടെ വന്നപ്പം അജു എന്നെ വണ്ടി കൊണ്ടുവന്ന് വെള്ളം തരുന്നു. അവിടെ അവർക്ക് കാറുമില്ല, വണ്ടിയില്ല, ബൈക്ക് മാത്രമേ ഉള്ളൂ. സ്വോത്രം. പൈസയില്ല. കേൾക്കണം. കാസർഗോഡ് 49 പഞ്ചായത്താണ്. ഇന്നും സുവിശേഷം എത്താത്ത പഞ്ചായത്തുണ്ട് കാസർഗോഡ്. സ്വോത്രം. ഞാൻ പറഞ്ഞു കുഞ്ഞെ എനിക്ക് മംഗളായി രാത്രി ടിക്കറ്റാ, എന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവിടണം. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു ബൈക്കിൻ്റെ പുറകെ ഇരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു സൈക്കിളായാലും വേണ്ടിയല്ല, എനിക്ക് രാത്രി ടിക്കറ്റാ. ഞങ്ങൾ പാട്ടുപാടി ആ സ്റ്റേജിൻ്റെ പുറകെ ഇറങ്ങി വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കരുത്തെ പിടിക്കുക. അവൻ കരയുക. അവൻ പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു മോനെ നീ എന്തിനാ മരിക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആരാന്ന് പാസ്റ്റർക്ക് അറിയാമോ? എനിക്ക് യേശുവിനെ അറിയത്തില്ല, വചനം അറിയത്തില്ല. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് വചനം കേൾക്കുക. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാ. പെരിയ കൊലക്കേസിൽ കൊലപാതകത്തിന് ആൾക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവനാണ്. സ്വോത്രം. ജാമ്യത്തിൽ ഇറങ്ങിയവൻ. അവൻ പറഞ്ഞു റോഡിൽ ഇറങ്ങിയാൽ എന്നെ കൊല്ലും. 2 ദിവസം ആകട്ടെ ഞാൻ വീട്ടിൽ ഇരിക്കുക. പക്ഷേ ഇരിക്കാൻ വയ്യ. ആരും കാണാതെ സ്റ്റേജിൻ്റെ പുറകെ വന്ന് ഒരു തോർത്ത് നൂത്തിട്ട് അവൻ ഇരിക്കുക. അവനെ ഞാൻ പിടിച്ചു. ദൈവദാസന്മാരെ വിളിച്ചു. ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ നീ മരിക്കുന്നതിന് പകരം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരുവൻ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി ഇന്ന് രാത്രി നീ അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകും. അവനവിടെ കരഞ്ഞു. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും കേൾക്കണം. ഒരു ബൈബിള് അവിടുത്തെ ദൈവദാസന്മാർ കൊടുത്തു. ഞാൻ പോരുന്നു. പിറ്റേ ആഴ്ച അവിടുത്തെ കർത്തൃദാസ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 1000 കിട്ടിയില്ല പാസ്റ്ററേ. ഒരുവൻ പായ്ക്കകത്ത് ഞായറാഴ്ച ഇരിപ്പുണ്ട്, ഒരു കള്ളിമുണ്ട് പാട്ട്. പെരിയ കൊലക്കേസിനകത്ത് വഴി കാട്ടിയവൻ ബൈബിളുമായിട്ട് യേശുവിനെ ഉയർത്തുന്നു. കരമുയർത്തിയാട്ട് മക്കളെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ സന്ദേശം കേട്ടവൻ മടങ്ങി വരും. ഇന്ന് രാത്രി നെഞ്ചുകീറി വാളകത്തിനോട് പറയുക നാളെ യോഗമില്ല. ഇന്ന് രാത്രി പെരിയ കൊലക്കേസുകാരൻ മടങ്ങി വന്ന് കാൽവറിയിലെ അപ്പച്ചനെ കണ്ടതുപോലെ ഇന്ന് രാത്രി നീ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ഞാനൊരു പാപി എന്ന് പറഞ്ഞ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നാഥൻ എനിക്ക് വേണ്ടി അവൻ്റെ ശരീരം തകർത്തെങ്കിൽ അവൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി.